ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ US-ലുള്ളവർക്ക് ഗുഡ് മോർണിംഗ്, നാട്ടിലുള്ളവർക്ക് ഗുഡ് ഈവനിങ്. ഇന്ന് KHA ആൻഡ് കലാക്ഷേത്രയുടെ ആഭിമുഖ്യത്തില് നമ്മൾ നടത്തുന്ന രണ്ടാമത്തെ ലൈവ് ഈവന്റ് പ്രോഗ്രാമാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മൾ പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് വേണ്ടിയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു വൻ പാൻഡമിക് ലോകത്തെ മുഴുവൻ അതിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ വളരെ ധൈര്യത്തോടെയും ആത്മാർത്ഥതയോടെയും അതുപോലെ തന്നെ അതിപ്രശംസനീയമായ രീതിയിലും വളരെ നല്ല സേവനം അനുഷ്ഠിച്ച ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അവരെ നമ്മൾ പ്രത്യേകിച്ച് ഈ രോഗത്തെ അതിജീവിച്ചവരും അതുപോലെ രോഗമില്ലാതെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും എന്നെന്നും വളരെ സ്മരിക്കപ്പെടേണ്ട ഒരു കൂട്ടം സേവനം നടത്തിയ ആൾക്കാരാണ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഒപ്പം KHA ആൻഡ് കലാക്ഷേത്രയുടെ ഒരു ബിഗ് സല്യൂട്ട് അവർക്ക് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ നൽകുകയാണ്. ഒപ്പം നമ്മളെല്ലാം ഇന്ന് നേരിയ തോതിലെങ്കിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാനസിക സംഘർഷത്തിന് ഈ പരിപാടിയിലൂടെ ഒരു ചെറിയ അയവ് വരുത്താൻ കഴിയുന്നെങ്കിൽ അത് നമുക്കെല്ലാം വളരെ നല്ല സ്മരണയോടുകൂടി ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഈ ലൈവ് ഈവന്റിൽ വന്ന് ഇതുമായി സഹകരിച്ച് ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും KHAയുടെ പേരിലും പ്രത്യേകിച്ച് കലാക്ഷേത്രയുടെ പേരിൽ ഞാൻ എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. ഒപ്പം ഈ പ്രോഗ്രാമിന്റെ സുഗമമായ മുന്നോട്ടുള്ള നടത്തിപ്പിന് ഇതിന്റെ ആങ്കറായിട്ട് നമ്മള് മോഡറേറ്ററായിട്ട് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്, ജോയിൻ ചെയ്തിട്ടുള്ളത് പ്രേംകുമാർ ശശിധരനാണ്. പുള്ളിക്കാരൻ നമ്മളുടെ എല്ലാ KHAയുടെയും കലാക്ഷേത്രയുടെ എല്ലാ ഈവന്റുകളും നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല അവതാരകനാണ്. പുള്ളിയെ സഹർഷം ഞാൻ ഈ പ്രോഗ്രാമിന്റെ നടത്തിപ്പിനായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ നല്ല സംഗീത സാന്ദ്രമായിട്ടുള്ള ഈ ഈവന്റ് നമുക്ക് എൻജോയ് ചെയ്യാം. Please enjoy everyone. Thank you. നന്ദി ദിലീപേട്ട. എനിക്ക് തോന്നുന്നു എന്നെ ഇനി കേൾക്കാൻ പറ്റുന്നുണ്ട് തോന്നുന്നു അല്ലേ? Am I audible? കേൾക്കുന്നുണ്ടോ? അപ്പൊ ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട് സൂമിൽ, എല്ലാവരുടെയും മുഖം കാണാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചു. ഞാൻ ഒന്നും കൂടെ ആ ദിലീപേട്ടൻ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഒരു സെക്കൻഡ് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ലോകത്തെമ്പാടുമുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിനാണ്. അത് ഡോക്ടർ ആണെങ്കിലും നഴ്സ് ആണെങ്കിലും ലാബോറട്ടറി വർക്കേഴ്സ് ആണെങ്കിലും എന്റെ അനിയത്തി ഉൾപ്പെടെ എനിക്ക് അറിയാവുന്ന വളരെ ക്ലോസ് ആയിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടെയുള്ള കുറേയധികം ഹെൽത്ത് കെയർ വർക്കർ ഉണ്ട്. പ്രത്യേകിച്ച് ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുന്നണി പോരാളികളായി നിൽക്കുന്ന അവരുടെ ആ ഡെഡിക്കേഷൻ, യഥാർത്ഥത്തിൽ സ്വന്തം ജീവിതം പണയം വെച്ചിട്ടാണ് അവർ നമുക്ക് വേണ്ടി നിൽക്കുന്നത്. നമ്മൾ സുഖമായി വീട്ടിൽ ഇരുന്നിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു. പക്ഷെ പല സാഹചര്യത്തിലും സ്വന്തം കുടുംബത്തെ പോലും കാണാതെ നമ്മൾ കാണുന്ന പല വീഡിയോയിലും വാർത്തകളിലൂടെ അവരെടുക്കുന്ന ആ ഒരു ഡെഡിക്കേഷന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി അതിന് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് അവർക്കെല്ലാം ആരോഗ്യ സൗഖ്യം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. എനിക്ക് തോന്നുന്നത് പ്രിയങ്ക ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? ദീപ്തി, പ്രിയങ്ക നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു തോന്നുന്നു. നമസ്കാരം. ഞാനുണ്ട്. നമസ്കാരം. പ്രിയങ്ക, വെൽക്കം പ്രിയങ്ക. സോ ഞാൻ തുടങ്ങുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ഒന്ന് ബ്രീഫ്. എനിക്ക് തോന്നുന്നത് പ്രിയങ്ക പ്രത്യേകിച്ച് ഒരു ഔപചാരികമായ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല എന്ന് അറിയാം. ഒരു അല്പം അഹങ്കാരത്തോടെ ഞാൻ പറയാം, കാരണം ഞാനും തിരുവനന്തപുരംകാരനാണ്. അപ്പോ അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ്. അപ്പൊ എനിക്കൊരു ഭയങ്കര അഭിമാനമുള്ള നിമിഷമാണ് താങ്കളെ പോലെ ഒരാളെ അല്ലെങ്കിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പൊ ഔപചാരികമായ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലെങ്കിൽ പോലും പല നമ്മുടെ കാഴ്ചക്കാരിലും ചില കാര്യങ്ങൾ താങ്കളെ കുറിച്ചുള്ള ഫാക്ട്സ് അറിയാത്തത് കൊണ്ട് ഞാനൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു പ്രിയങ്ക. സോ എല്ലാവർക്കും ഒന്നുകൂടെ വെൽക്കം. പ്രിയങ്ക ആണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന്. പ്രിയങ്ക നമ്മളെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രിയങ്കയ്ക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പ്രിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2006 ഗെയിൽ എന്നൊരു ക്ലാസിക് കൊമേഴ്ഷ്യൽ ഹിറ്റിലൂടെയാണ് പുള്ളിക്കാരുടെ ഇൻട്രൊഡക്ഷൻ. ഒരിക്കലും സിനിമയിൽ വരാൻ ആഗ്രഹമില്ലായിരുന്ന ഒരാൾ പശുപതി, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വലിയ ആക്ടറിന്റെ കൂടെ പെയർ ചെയ്ത് ഉരുകുതയും എന്നൊരു പാട്ടാണ് എനിക്ക് തോന്നുന്നത് 2006 ഞാൻ ആ പാട്ടാണ് കണ്ടിട്ടുള്ളത്. ആ പടം ഞാൻ പാട്ടുകളിലൂടെ ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. അപ്പൊ അതില് ഒരിക്കലും ഒരു ന്യൂ കമറിന്റെ ഒരു രീതിയിലുള്ള എന്താ പറയാ ഇതില്ലാതെ ഒരു വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അഭിനേത്രിയുടെ പോലെ ആ പാട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് അടുത്ത് പറയാൻ കാര്യം. 2006 ആ പടത്തിലൂടെ തമിഴിൽ വന്നെങ്കിലും 2007 എനിക്ക് തോന്നുന്നു കിച്ചാമണി MBA എന്ന സുരേഷ് ഗോപി ചേട്ടന്റെ പടത്തിലൂടെയാണ് മലയാളത്തിൽ ഇൻട്രൊഡക്ഷൻ. അതിനുശേഷം ലാലേട്ടന്റെ കൂടെ പേര് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടം സ്വർഗമാണെന്നുള്ള പടത്തില്.
ഇതിനെല്ലാം ഉപരി 2008 കേരള സ്റ്റേറ്റ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയ വിലാപങ്ങൾക്കും അപ്പുറം എന്ന ടി വി ചന്ദ്രൻ മൂവിയിൽ 2008 ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയതാണ് പ്രിയങ്കയെ കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ, പ്രിയങ്ക ഒരു സിനിമാ താരം മാത്രമല്ല, സീരിയലുകളിലൂടെയും നമുക്ക് പരിചയമുണ്ട്. അതുകൂടാതെ തന്നെ മോഡലിംഗ്, ആങ്കറിംഗ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം. കുറച്ച് ക്വൈറ്റ് സോഫ്റ്റ് സ്പോക്കൺ ആണെങ്കിലും കാമ്പുള്ള രീതിയിലുള്ള കഥാപാത്രങ്ങൾ അഭിനയിക്കാനാണെങ്കിലും എന്റെ പേഴ്സണൽ ചോയ്സിൽ എനിക്കിഷ്ടം പ്രിയങ്ക അഭിനയിച്ചത് എനിക്ക് ക്രോസ് റോഡ് എന്നൊരു സിനിമയിൽ കാവൽ എന്നൊരു കഥാപാത്രത്തിനകത്ത് നല്ല ശക്തമായിട്ട് അഭിനയിച്ചത്. ഞാൻ എന്റെ വൈഫിനോടും പറയേണ്ടത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അഭിനയിച്ചു. അപ്പൊ അതാണ് പ്രിയങ്കയെ കുറിച്ച് ഒരു ബ്രീഫ് ആയിട്ട് എനിക്ക് നിങ്ങളുടെ പറഞ്ഞു തരാനുള്ളത്. സോ വെൽക്കം പ്രിയങ്ക, ഞങ്ങൾ ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി, താങ്ക്സ് എ ലോട്ട്. സോ ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ്, ഒരു ഇന്റർവ്യൂ എന്ന പോലെയല്ല, രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മുടെ കാണികൾക്കും കൂടെ ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നടക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ വാമനപുരത്തുള്ള മനോഹരമായ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പ്രിയങ്കയ്ക്ക് മലയാളത്തിൽ ഏതുതരം വേഷം, അതായത് ഒരു ഗ്രാമീണ വേഷമാണെങ്കിലും ഒരു മോഡൽ വേഷമാണെങ്കിലും ഒരു തന്മയത്തോടെ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടില്ലാത്തൊരു അഭിനേത്രിയാണ് താങ്കൾ. ഞാൻ ഒരു ചെറിയ ക്യൂട്ട് ഫാക്ടർ ഞാൻ കേട്ടു, അതായത് പ്രിയങ്കയ്ക്ക് ബുള്ളറ്റിനോട് പിന്നെ ഭയങ്കര ഇഷ്ടമാണ്, റൈഡിങ് ഇഷ്ടമുള്ള ഒരാളാണെന്ന് കേട്ടു. അപ്പം ഈ ലാസ്റ്റ് 2020 ഇറങ്ങി, എനിക്കൊന്ന് തമിഴ് പടമാണെന്ന് തോന്നുന്നു, അതിലൊരു ബൈക്ക് റൈഡിങ് സീൻ ഞാൻ ട്രെയിലറിൽ കണ്ടു. അപ്പൊ എങ്ങനെയാണ് പ്രിയങ്ക ഈ ഒരു ബൈക്ക് റൈഡിങ് ഇഷ്ടപ്പെടാനും അത് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? അതിപ്പോഴും ആ താല്പര്യമുണ്ടോ? കേൾക്കുന്നുണ്ടോ പ്രിയങ്ക? ഇല്ല, ബൈക്ക് റൈഡിങ് എന്താ പറയാ, എന്റെ ഒരു പാഷനൊന്നും അല്ല, എന്റെ ഒരു ഹോബിയൊന്നും അല്ല. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പക്ഷെ ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല പ്രിയങ്ക, പറഞ്ഞോളൂ. ഓക്കെ. ഞങ്ങളുടെ ഇവിടുത്തെ കാലാവസ്ഥ കുറച്ച് പ്രശ്നമാണ്, മഴയൊക്കെയാണ്, നാടല്ലേ, നല്ല മഴയാണ്, ജൂൺ ജൂലൈ മാസമാണ്, അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇല്ല, അതൊക്കെ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ. ഡ്രൈവിംഗ് ഇഷ്ടമാണെന്നുള്ളതേ, അല്ലാണ്ട് അത്രയ്ക്ക് വലിയ ഞാൻ അതിലത്രയും പാഷനേറ്റ് അല്ല. ഓക്കെ പ്രിയങ്ക, എനിക്ക് തോന്നുന്നു പ്രിയങ്കയുടെ പുതിയ പടങ്ങൾ ഈ കോവിഡിന്റെ വേണം എനിക്ക് അറിയില്ല, കുറേയധികം പടങ്ങൾ ഇൻ പ്രോഗ്രസ്സിലാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിയങ്കയുടെ ലേറ്റസ്റ്റ് പ്രോജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്റെ പ്രോജക്റ്റിനെ പറ്റി പറയുന്നതിനേക്കാളും നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ്, ഇപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ ആ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആണ് ഏറ്റവും പ്രധാനം. അപ്പൊ എന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്, അതിലൊരു പുതുമയൊന്നും ഇല്ല. അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എല്ലാരെയും ബാധിച്ചു. നമ്മളിപ്പോ കേരളത്തിലുള്ളവരെ, നമ്മൾ ഇന്ത്യയിലെ ഉള്ളവർ മാത്രമല്ല, ലോകമെമ്പാടും എല്ലാരെയും, നമ്മളാരും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു അതിഥി എന്ന് നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചതിന് ശേഷം ഇങ്ങനൊരു വലിയൊരു സംഭവ വികാസം, ഒരു ദുരന്തം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിങ്ങനെ വന്നിട്ടില്ല. ആദ്യമായിട്ട് നാട്ടിൽ കാണുന്നത് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഫ്ലഡ് മാത്രമാണ്. കേൾക്കുന്നുണ്ടോ? ഫ്ലഡ് മാത്രമാണ് ഈ കഴിഞ്ഞ ഒരു 30 വർഷക്കാലങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 40 വർഷത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ ഫ്ലഡ് മാത്രമാണ് വന്നേക്കുന്നത്. പിന്നെ ഈ ഒരു കാലഘട്ടങ്ങളിൽ നമുക്കൊക്കെ പെട്ടെന്ന് ഒട്ടും പരിചിതമല്ലാത്തൊരു അവസ്ഥയിലൂടെ പോകുന്നത് ശരിക്കും ഈ കൊറോണ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ മാത്രമാണ്. അത് എല്ലാ മേഖലകളെയും ബാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എന്റെ മേഖലയും ബാധിച്ചിട്ടുണ്ട്, എന്നെയും ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്നെ ബാധിച്ചല്ലോ എന്ന് പറയുന്നതിനേക്കാളും ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും ഒരുപോലെ തന്നെ അതിനെ എന്താണ്, കേൾക്കാൻ പറ്റുന്നില്ലേ? അല്ല, എല്ലാവരും വല്ലാണ്ട് സഫർ ചെയ്യുന്നുണ്ട്, അതിൽ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിൽ നിന്നും വെളിയിൽ വരാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകിച്ചും എന്നെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ പറയുമ്പോൾ അത് വല്ലാത്തൊരു അധികപ്പറ്റാണ് ഇവിടെ എന്ന് എനിക്ക് വല്ലാണ്ട് തോന്നിപ്പോയി. അതുകൊണ്ടാണ് കാര്യം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ പോലും ശരിക്കും അതിന്റെ ഹെൽത്ത് വർക്കേഴ്സിനെ ഓണർ ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. കാര്യം എടുത്തു പറയണം, നമ്മൾക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ഒരു ഭയമില്ലാതെ നമ്മൾ ഇരിക്കുന്ന എപ്പോഴും നമുക്കൊരു അസുഖം വന്നാൽ അതിനെ കെയർ ചെയ്യുന്ന ഒരു കൂട്ടം ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട് എന്നുള്ളത്. ഓരോ രോഗം വരുമ്പോഴത്തേക്കും ശരിക്കും അത് കൃത്യമായിട്ട് മനസ്സിലായത് ശരിക്കും ഈ ലോകമെമ്പാടും അതുപോലെ തന്നെ
ശരിക്കും അത് മനസ്സിലായത് ശരിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ്. അവരുടെ പ്രാധാന്യം എത്രത്തോളം എന്നുള്ളത് ജനങ്ങൾക്ക് ഒരുപോലെ തന്നെ മനസ്സിലായിട്ടുള്ളത്. നേരത്തെ തന്നെ അറിയാമെങ്കിൽ പോലും അവരുടെ ഒരു പങ്കാളിത്തം ഒട്ടും ചെറുതല്ല. അത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പ്രിയങ്ക, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അത്രത്തോളം വലുതാണ്. കാര്യം പലപ്പോഴും ഞാൻ ചിന്തിക്കും, എന്നും റെസ്പെക്ട് മാത്രമാണ്. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു ഡെയിലി ഇപ്പൊ മാസ്ക് യൂസ് ചെയ്യേണ്ടി വരുമ്പോ, ഒരു മാസ്ക് വെക്കുമ്പോ തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ആ ഒരു നമ്മൾ അനുഭവിക്കുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുമ്പോ എത്ര മനസ്സോട് കൂടിയിട്ടാണ് ഒരു ദിവസം അവരുടെ കുടുംബത്തിനെ പോലും മാറ്റി വെച്ചിട്ട്, കുടുംബത്തിൽ എല്ലാ സേഫ്റ്റി മെഷേഴ്സും നോക്കിയിട്ട് നിങ്ങൾ ജീവിക്കൂ എന്ന് പറയുന്നു. ഇതെല്ലാം തന്നെ പലപ്പോഴും അവരുടെ കുടുംബത്തിലുള്ളവർക്ക് പോലും പലപ്പോഴും ആ പ്രാധാന്യം കൊടുക്കേണ്ടത് പോലും കൊടുക്കാതെ പൂർണ്ണ മനസ്സോടു കൂടി, എത്ര ഉത്തരവാദിത്വത്തോടു കൂടി ലോകമെമ്പാടുമുള്ള ഹെൽത്ത് വർക്കേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള എന്താ പറയാ ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും സ്നേഹവും മാത്രമാണ് അവരോട് പറയാറുള്ളത്. ശരിക്കും ആദ്യം ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ മാത്രമായിട്ട് കോവിഡ് റിപ്പോർട്ട് ചെയ്തിരുന്നപ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുമല്ലോ നമ്മളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമുക്കത് ഒരുപാട് വേദനയുള്ളത്. പക്ഷെ പിന്നെ അത് പുറത്തു നിന്നുള്ള ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നപ്പോ തന്നെ ഇന്ത്യയിലും കുറേശ്ശെ വന്നു. ഇപ്പൊ ഏകദേശം ഇന്നത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 6,40,48,000 ഏകദേശം 327 അടുപ്പിച്ച് ഏകദേശം കേസസ് ഇതുവരെ ഇന്ത്യയിൽ ശരിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ ദിവസവും ഈ ഒരു കണക്കുകൾ കേൾക്കുമ്പോൾ ഇത് എവിടെയാണ് പോകുന്നത് എന്നുള്ളൊരു വല്ലാത്തൊരവസ്ഥ എപ്പോഴും ഉണ്ട് പ്രേം. പിന്നെ പറയാനാണെങ്കിൽ എന്താ പറയാ, ഗവൺമെന്റ് പറയുന്നു, ഈ പറഞ്ഞ നമ്മളെല്ലാരും വന്നിട്ട് നമ്മൾ പറയുന്നു, അത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് തോന്നുന്നു. നമ്മൾ വന്നിട്ട് പറയാ. കാര്യം എല്ലാ ജനങ്ങളും ഗവൺമെന്റ് പറയുന്ന അല്ലെങ്കിൽ അതോറിറ്റീസ് പറയുന്ന പ്രിക്കോഷൻസ് എല്ലാം തന്നെ എടുത്തിട്ട് നമ്മളുടെ വീട്ടുകളിൽ സുരക്ഷിതരായിട്ട് ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാര്യം അത് എന്തുകൊണ്ട് ഹലോ കേൾക്കുന്നുണ്ട് പ്രിയങ്ക, പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ എത്രത്തോളം പ്രിക്കോഷൻ എടുത്തിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് കുറച്ചുകൂടെ ജോലി ഭാരം നമ്മളൊന്ന് കുറച്ച് ചെയ്തു കൊടുക്കുക എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്ക് യു പ്രിയങ്ക. ഞാനത് സിറ്റുവേഷൻ എനിക്കറിയാം. ഇത് നമ്മള് കഴിഞ്ഞ 4-5 മാസമായിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയിൽ നിന്ന് നമുക്കൊരു അല്പം ലൈറ്റർ ഫീലിംഗ്. അല്ല പ്രേം, ലൈറ്റ് ഒരു വേർഷനിലേക്ക് പോവാന്ന് പറഞ്ഞാലും പലപ്പോഴും ഈ ഒരു സിറ്റുവേഷൻ തന്നെയല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ ഞാൻ പോലും ചെയ്യുന്നത് ഒരു സെൽഫ് അവയർനെസ് നമ്മൾക്ക് എത്രത്തോളം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഞാൻ സിനിമ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോംവർക്ക് ചെയ്യുന്നു, നമ്മൾ ഓരോരോ കാര്യങ്ങൾ പുതിയൊരു ക്യാരക്ടർ ആകുമ്പോൾ ചെയ്യുന്നു. പക്ഷെ നമ്മളിപ്പോ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഓടിപ്പോകാൻ പറ്റില്ല അതിൽ നിന്ന്. അപ്പൊ നമ്മൾ കൂടുതൽ അതിനെ പറ്റിയിട്ട് അവെയർ ആവുക എന്നുള്ളതാണ്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക. ഈ അവസ്ഥയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധവൽക്കരിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പൊ സ്വന്തം ഒരു അവയർനെസ്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് അങ്ങനെ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് അത് ഓരോ ദിവസവും അതിനെ പറ്റിയിട്ട് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്, താങ്ക് യു. വലിയ ഉപകാരം പ്രിയങ്ക. ഞാനത് 100% പ്രിയങ്കയുടെ ആ ഒരു ഇമോഷണൽ ഇതിനോട് ഞാൻ 100% എഗ്രി ചെയ്യുന്നു. നമ്മളെല്ലാവരും അതുപോലെ അത് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എന്റെ അനിയത്തിയും ഉൾപ്പെടെ ഈ നമ്മുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരുടെയും ബന്ധുക്കളും എല്ലാവരും ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണ്. ഡോക്ടർ ആണെങ്കിലും നഴ്സിംഗ് ആണെങ്കിലും. ഇതുപോലെ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ഒരു വ്യക്തിയെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു താങ്ക്സ് പറയുന്നുണ്ട്. അദ്ദേഹം ഈ പ്രോഗ്രാമിന്റെ ലാസ്റ്റിൽ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അവരിൽ നിന്നുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും എങ്ങനെ നമുക്ക് പബ്ലിക്കിൽ അത് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ സമയത്തിനെ കുറിച്ചുള്ള ഒരു ടൈം ചെക്കിന്റെ പേരിൽ ഞാൻ ഒരു ക്വസ്റ്റിനോട് ചോദിച്ചിട്ട് എനിക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. പ്രത്യേകിച്ച് പ്രിയങ്ക വരുമ്പോ നമ്മുടെ കൂടെയുള്ള പ്രിയങ്ക ഒന്ന് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ക്യാമറ ആക്ച്വലി തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടോ ശ്രീത? എനിക്ക് എന്താണെന്ന് അറിയില്ല. എനിക്ക് പ്രിയങ്കയുടെ വീഡിയോ കാണുന്നില്ല. ശ്രീത ക്ലിയർ ആണോ? Can we continue?
Sure. Go ahead. Sorry. കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു പ്രിയങ്ക. അല്ല തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ഞാൻ പറഞ്ഞൊരു അല്പം ഇമോഷണൽ ആയി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ നാട്ടിൽ നിന്ന് വന്ന ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനോട് അല്ല പ്രേം, ഇങ്ങനൊരു കാര്യത്തിന് വന്നിട്ട് എന്റെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് തോന്നില്ല. ഏറ്റവും പ്രധാന കാര്യം. തീർച്ചയായിട്ടും. അപ്പൊ അതിൽ ഈ പറഞ്ഞതിൽ 100% ഞങ്ങൾ എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതൽ അവയർ ആയിരിക്കുക, നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവണം എന്നുള്ളത് 100% ഉള്ള കാര്യം. പ്രത്യേകിച്ച് കേരളം മാത്രമല്ല, US പോലത്തെ ഒരു സ്ഥലത്ത് ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുക, മറ്റുള്ളവരിലേക്ക് അവയർനെസ് എത്തിക്കുക എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, പറ്റുന്ന രീതിയിലല്ല. അപ്പൊ ഇതിൽ നിന്ന് ഒരു അല്പം ലൈറ്ററിലേക്ക് പോകാനാണ് നമ്മുടെ ഒരു മ്യൂസിക്കൽ ഇവന്റ്. എന്തായാലും താങ്ക്സ് ലോട്ട് പ്രിയങ്ക ഫോർ ജോയിനിങ്. എനിക്ക് ഈ ഒരു ചെറിയ കാര്യം അറിയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പ്രോജക്ട് ആസ് എൻ ആക്ട്രസ് ഞങ്ങൾ എല്ലാവരും ലുക്കിംഗ് ഫോർവേഡ് ഉള്ള നോക്കുന്ന ഒരാളാണ്. അപ്പോ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, മാരിവാനീസ് കോളേജിൽ പഠിച്ചപ്പോൾ ഞാൻ 1994 കാസറ്റ് കറങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഇദ്ദേഹത്തിന് സിനിമ ഇപ്പോഴത്തെ ഒരു ആക്ടിവിറ്റീസ് ഒന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സന്തോഷമായിരിക്കും. എന്താണ് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആസ് എൻ ആക്ടർ. ലോക്ക്ഡൌൺ ആണോ? ഈ ലോക്ക്ഡൌൺ സമയം ശരിക്കും പെട്ടുപോയ ഒരാളാണ് ഞാൻ. അപ്പോ പ്രത്യേകിച്ച് ഒരു മോനുണ്ട് എനിക്ക്, ഒരു 7 years ഉണ്ട്, 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അപ്പോ കൂടുതൽ സമയം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാന്നുള്ളതാണ്. അപ്പൊ ലോക്ക്ഡൌൺ എനിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി. അപ്പോ മോന്റെ കൂടെ കൂടുതൽ സമയങ്ങൾ, എനിക്ക് തോന്നുന്നു ഇത്രയും അടുപ്പിച്ച് കുറെ ദിവസങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കുഞ്ഞിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റി. അപ്പോ അതൊക്കെ വലിയ സന്തോഷമായിരുന്നു. പിന്നെ ഫാമിലിയുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കാൻ പറ്റി. പിന്നെ സ്വന്തം കാര്യം, എനിക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയങ്ങൾ, എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സമയങ്ങൾ, അത് മൂവീസ് കാണാനാണെങ്കിലും വായിക്കാനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും ഒക്കെ, ഇപ്പൊ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കൂടുതൽ ഒരു സമയം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഈ പോകുന്ന സമയമൊന്നും നമുക്ക് വെറുതെ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമയമൊന്നും പഴിക്കളയണ്ടെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. നല്ല കാര്യം. താങ്ക് യു പ്രിയങ്ക. പിന്നെ ഞാൻ 1-2 കോഴ്സസ് ചെയ്തു ഇതിന്റെ ഇടയ്ക്ക്. ഓക്കെ, മോനെ പഠിപ്പിക്കാനിരുന്നപ്പോ വീണ്ടും പഠനം തുടങ്ങണം എന്നുള്ളത് കൊണ്ട് തന്നെ കോഴ്സസ് എല്ലാം ചെയ്തിരുന്നു. അപ്പൊ കോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം കോവിഡുമായിട്ട്, ഇപ്പൊ ശരിക്കും മോക്ക് കോഴ്സസ് ഒരുപാട് ഉണ്ടായിരുന്നല്ലോ. അപ്പോ എന്താ ചെയ്യാ, ഈ ലോക്ക്ഡൌൺ പീരീഡ് നമുക്കൊന്നും ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോ എത്ര നാള് ഈ ഒരു അവസ്ഥ നിൽക്കുന്നു പോലും അറിയില്ല. കുഞ്ഞിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്വയം പഠിക്കുകയാണല്ലോ. അപ്പൊ വീണ്ടും കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടുതൽ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് മൂക്ക് കോഴ്സസ് ഉണ്ടായിരുന്നത്. അതില് ഞാൻ കുറെ കോവിഡിന്റെ കോഴ്സസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് കോഴ്സറയുടെ തന്നെ 1-2 യൂണിവേഴ്സിറ്റീസിന്റെ കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഓരോ ദിവസവും അതുകൊണ്ട് കൂടുതൽ നമുക്ക് നമ്മളുടെ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് നമ്മൾ അറിയാന്നുള്ളത് മാത്രമാണ്. അപ്പൊ കൂടുതൽ സമയം ഇങ്ങനെ കാര്യങ്ങൾക്ക് മാറ്റി വെക്കുന്നു, വർക്ക്ഔട്ട് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. വീടിന് പുറത്ത് മാത്രം പോകാൻ പറ്റുന്നില്ല ഒരു കാര്യങ്ങൾക്കും. എനിക്ക് മനസ്സിലായി. താങ്ക് യു പ്രിയങ്ക. അതെ, എന്റെ അച്ഛനും അമ്മയും അവിടെ ആ നാട്ടിലാണ്. അപ്പൊ എനിക്കറിയാം അവിടുത്തെ സിറ്റുവേഷൻ തിരുവനന്തപുരത്താണ്. അപ്പൊ എന്തായാലും ഞങ്ങളിൽ ജോയിൻ ചെയ്തതിൽ വൺസ് അഗൈൻ താങ്ക്സ്. നമ്മുടെ ഒരു ടൈം ലിമിറ്റിന്റെ ഉള്ളതുകൊണ്ട് ഞാൻ അടുത്ത ഇതിലേക്ക് കടക്കാണ്. പ്രിയങ്ക പ്ലീസ് സ്റ്റേ ബൈ. ഞങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കാണികൾക്ക് പോസിബിൾ പ്ലീസ് സ്റ്റേ ബൈ. അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിൽ സന്തോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചു നേരം കൂടെ നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ അടുത്തത് നമ്മുടെ കൂടെ കൂടിയിട്ടുള്ള നമ്മുടെ മ്യൂസിക് ഗ്രൂപ്പിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട 3 പേരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാണ്. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലേഡീസ് ഫസ്റ്റ് ആണല്ലോ. അപ്പൊ കീർത്തനെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. കീർത്തന ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു സ്കൂൾ കലോത്സവങ്ങൾ മുതൽ പാട്ടിനോട് ഭയങ്കര പറയാൻ ഇഷ്ടം കൊണ്ട് നമ്മൾ ഇന്ന് പറയണ പോലെ സൗന്ദര്യവും സംഗീതവും ഒരുമിച്ച് കൊടുത്തൊരു കുട്ടിയാണ് കീർത്തന. അടുത്ത മലയാളത്തിലെ ശ്രേയ ഘോഷൽ എന്നാണ് ആൾക്കാർ വിളിക്കുന്നത്. പലപ്പോഴും ഞാൻ യൂട്യൂബിൽ കാണുമ്പോൾ അങ്ങനെയാണ് പുള്ളിക്കാരി വിളിക്കുന്നത്. അപ്പൊ മഞ്ച്സ്റ്റാർ 2015 മഞ്ച്സ്റ്റാറിൽ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരുടെ പാട്ട്. എന്ത് ക്യൂട്ടാണെന്ന് അറിയാമോ. അതിനുശേഷം ഇപ്പൊ എനിക്കൊന്ന് കോമഡി ഉത്സവത്തിന് ശേഷം ഏറ്റവും അധികം ആൾക്കാർ കാണുന്ന ഒരു ലൈവ് എന്റർടൈൻമെന്റ് പാക്കേജ് ആണ് നമ്മുടെ സി കേരളത്തിലെ സരിഗമ. അതിലെ 5 ഫൈനലിസ്റ്റുകളിൽ ഒരാളാണ് കീർത്തന. ഈ പറഞ്ഞ പോലെ ശ്വേതയും അശ്വിനും പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് കീർത്തന. അപ്പൊ കീർത്തന വൺ ഓഫ് യുവർ ഫാൻ. സോ കീർത്തനയോട് എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പാട്ട് മാത്രമല്ല, കീർത്തന മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 40ഓളം മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ പ്രിയങ്ക നായരും കീർത്തന പ്രിയങ്കയുടെ അനിയത്തിയായിട്ട് 2008 പിന്നെ വിലാപങ്ങൾക്കപ്പുറത്തിൽ എന്ന പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിൽ കോഴിക്കോടുകാരിയും തിരുവനന്തപുരംകാരിയും കണക്ഷൻ. അതേ പ്രേം എന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതെ കറക്റ്റ്. എനിക്കറിയാം അത് അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടെന്ന്. അപ്പൊ അതൊരു വളരെ എന്താ പറയാ ഒരു കോയിൻസിഡൻസ് ആണ് നമുക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയത്. അപ്പൊ കീർത്തന, എന്റെ ക്വസ്റ്റ്യൻ
കീർത്തന ഈ ഫൈനൽ എന്ന് നടക്കാനുള്ള ചാൻസ് ഉണ്ട്? ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ സരിഗമപ ഫൈനൽ. അത് നടക്കാനുണ്ടോ അതോ ലൈവ് ആയിരിക്കും? എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ കീർത്തനയ്ക്ക് അതിനെ കുറിച്ച്? ഓക്കെ, എന്തായാലും അതിനു മുന്നേ എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് എനിക്കും ഈ ഒരു ലൈവിന്റെ പാട്ടാവാൻ കഴിഞ്ഞതിൽ. അതിന് ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയുകയാണ്. കലാക്ഷേത്ര USA എല്ലാവരോടും എന്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. പിന്നെ കൂടാതെ ഏറ്റവും കൂടുതൽ സന്തോഷം പ്രിയങ്ക ചേച്ചീന്റെ കൂടെ ഈ ഒരു ലൈവിൽ എനിക്ക് പാർട്ടാവാൻ കഴിഞ്ഞതിൽ. കുറെ നാൾക്ക് ശേഷമാണ് ചേച്ചിയിട്ട് ഇങ്ങനെ നേരിട്ടിട്ടല്ലെങ്കിലും ലൈവ് വഴി ഇങ്ങനെ കാണുന്നത്. ഒരുപാട് സന്തോഷം. ചേച്ചിയുടെ അനിയത്തിയായിട്ട് ഞാൻ വിലാപങ്ങൾക്കപ്പുറം മൂവിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഫൈനൽസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ സരിഗമപ ഷോയിലൂടെ വന്നതിന് ശേഷം എനിക്കൊന്ന് ഞാൻ സ്റ്റാർ സിംഗറിൽ മഞ്ചിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് ഒന്നുകൂടെ പബ്ലിസിറ്റി കിട്ടിയതും എല്ലാവരും ഒന്നുകൂടെ തിരിച്ചറിയാൻ തുടങ്ങിയതൊക്കെ സരിഗമപ ഷോയിൽ വന്നതിന് ശേഷമാണ്. ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസും എൻ്റെ സിംഗിങ്ങിലാണെങ്കിലും കുറേ എനിക്ക് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായത് ഈ ഒരു ഷോയിലൂടെ വന്നിട്ടാണ്. അപ്പം അങ്ങനെ ഇപ്പം ഫൈനൽസിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഈ കൊറോണ വന്നതുകൊണ്ട് നമ്മുടെ ഫൈനൽസ് ഒക്കെ ഇപ്പം മുടങ്ങിയിരിക്കുകയാണ്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഉണ്ടാവും എന്നൊക്കെ നമ്മളും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഓഗസ്റ്റിൽ ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഇനി അറിയില്ല, നമ്മളിപ്പം സിറ്റുവേഷനൊക്കെ കുറച്ച് വീണ്ടും വേഴ്സായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെ പോലെ തന്നെ ഫൈനൽസിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും കീർത്തന, താങ്ക്സ് ലോട്ട് ഫോർ ജോയിനിങ് us once again. വെൽക്കം. പ്രത്യേകിച്ച് എനിക്ക് എന്റെ ഫേവറേറ്റ് ആണ് രാരി രാരീരം. ആ പാട്ട് കേൾക്കാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. അഗൈൻ സമയത്തിനെ കുറിച്ചുള്ള ഒരു ടൈം ചെക്ക് വെച്ചിട്ട് ഞാൻ അടുത്ത നമ്മുടെ പ്രിയപ്പെട്ട കലാകാരനിലേക്ക് ഒന്ന് പോയിക്കോട്ടെ. രാഹുൽ ആണ് നമ്മുടെ സിംഗർ. അദ്ദേഹം വളരെ 3 വർഷം കൺസിക്യൂട്ടീവ് ആയി കേരളത്തില് കലാപ്രതിഭ പട്ടം നേടിയ മ്യൂസിക്കൽ എല്ലാ പ്രോഗ്രാംസിനും കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് പ്രൈസ് വാങ്ങി. ഐഡിയ സ്റ്റാർ സിംഗർ 2008 4th സീസണില് ഫൈനലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പല പാട്ടുകളും നമ്മൾ യൂട്യൂബിലും എല്ലാം കണ്ടിട്ടുണ്ട്. ഒരു 12 വർഷമായി അദ്ദേഹം ഒരു ഫ്രീലാൻസർ സിംഗർ ആയിട്ട് ഉണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ള ഒരു ഫാക്ട്, MG ശ്രീകുമാർ സാറിന്റെ ഒരു പെറ്റാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർക്കസ്ട്രയിൽ ഒരു പെർമനന്റ് പാർട്ടിസിപ്പന്റും അദ്ദേഹത്തിന്റെ കൂടെയുള്ള എബ്രോഡ് പ്രോഗ്രാമിൽ 2016 അദ്ദേഹം ഫിനിക്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ പലർക്കും നമ്മുടെ കൂടെയുള്ള പലർക്കും അദ്ദേഹത്തിന്റെ ഫേസ് ഓർമ്മയുണ്ടാവും, പാട്ടും ഓർമ്മയുണ്ടാവും. രാഹുലിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. രാഹുൽ, താങ്ക്സ് ഫോർ ജോയിനിങ് us. താങ്ക് യു സോ മച്ച് ചേട്ടാ. എന്തായാലും കീർത്തന പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ കലാക്ഷേത്ര USA എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറയുന്നു. വീണ്ടും നിങ്ങളെ എല്ലാവരെയും കാണാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു 2016 MG ശ്രീകുമാർ സാറോടൊപ്പം ഞാൻ ആദ്യമായിട്ട് US കൊണ്ടുവരുന്നത് MG സാറാണ്. അപ്പൊ അവിടെ വന്നപ്പോ ഫിനിക്സിൽ വരാനും എല്ലാവരെയും കാണാനും പറ്റി. ഇപ്പം ഈ ഒരു ലൈവിലേക്ക് പ്രത്യേകമായിട്ട് വിളിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജിത്തേട്ടാണ്. ശ്രീജിത്തേട്ടനായാലും ശ്രീജിത്തേട്ടന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഈ പറയുന്ന ഒത്തിരി പേരെ ഞാൻ നേരിട്ട് അവിടെ കണ്ടിട്ടുണ്ട്. അപ്പം വീണ്ടും നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പം കലാക്ഷേത്ര US എല്ലാ മെമ്പേഴ്സിനും നന്ദി പറയുന്നു. പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രോഗ്രാം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും ചെയ്തത്. അവരെ ഓർക്കാനും ഈ ഒരു പ്രോഗ്രാമിൽ അവർക്ക് വേണ്ടിയിട്ടൊരു ഡെഡിക്കേഷൻ കൊടുക്കാനും സാധിച്ചത് വലിയൊരു സന്തോഷം. അതിലൊരു പാർട്ടാവാൻ സാധിച്ചതിൽ ഞങ്ങളൊരു കലാകാരന്മാരെന്നുള്ള നിലയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പ്രിയങ്ക ചേച്ചി ശരിക്കും പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെയാണ് പ്രിയങ്ക ചേച്ചി വരും എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഒത്തിരി സന്തോഷം ചേച്ചിയുടെ കൂടെ ഈ ഒരു സൂം ലൈവിൽ വരാൻ സാധിച്ചതിൽ. സന്തോഷം രാഹുൽ, താങ്ക് യു. താങ്ക്സ് ലോട്ടെ. ഞങ്ങൾ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ ഞാനിപ്പോഴും ഓർമ്മയുണ്ട് 1-2 പാട്ട്. എനിക്ക് പക്ഷേ സമയം കുറവുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. നമുക്ക് ഇൻ പ്രോസസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്ത് അദ്ദേഹത്തിനെ കൊണ്ട് പാടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ, നമുക്ക് ചെയ്യാം. അപ്പൊ രാഹുൽ കഴിഞ്ഞ് നമ്മുടെ കൂടെ ചേർന്ന് രജീഷാണ്. രജീഷ് പല എന്താ പറയാ വനിതാ പോലത്തെ ഉള്ള അവാർഡ് നൈറ്റുകളിൽ നിങ്ങൾ ഒരു പക്ഷേ ഫേസും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കീബോർഡ് പ്ലെയർ ആണ് അദ്ദേഹം. വളരെ വർഷങ്ങളായി ഈ ഒരു ഏരിയയിൽ വളരെ പ്രത്യേകിച്ച് അബ്രോഡ് പ്രോഗ്രാംസിനൊക്കെ അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ആൾക്കാർക്കെങ്കിലും നല്ല പരിചയം ഉണ്ടാവും. അപ്പം രജീഷിനെയും രജീഷിനെയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രജീഷ്, വെൽക്കം ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ് us. രജീഷ് ചേട്ടൻ ഈ അടുത്ത് കുറച്ച് മുന്നേ താര ആർട്സിന്റെ ഷോന് വേണ്ടിയിട്ട് US വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വർഷം ശരിക്കും ഫ്ലവേഴ്സ് ടിവിയുടെ അവാർഡ് ഫംഗ്ഷൻ US നടക്കേണ്ടതായിരുന്നു. പക്ഷെ ഈ ഒരു കൊറോണ കാരണം നടന്നില്ല. ഇനിയിപ്പം അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്തായാലും രജീഷ് ചേട്ടൻ വലിയൊരു ആർട്ടിസ്റ്റാണ്. രജീഷ് ചേട്ടന് മൈക്കില്ലാത്തത് കൊണ്ടാണ് രജീഷ് ചേട്ടന്റെ കാര്യം ഞാൻ പറയുന്നത്. കേട്ടില്ല. അപ്പം അദ്ദേഹത്തിനെ കൂടെ ഞങ്ങൾക്ക് കിട്ടിയാൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും. എന്തായാലും നിങ്ങളെ എല്ലാവരെയും നമ്മളെല്ലാവരും ക്യൂരിയസ് ആയിട്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് സംഗീതം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എന്റെ ചോയ്സസ് ഒക്കെ ഞാൻ വരുന്ന വഴിക്ക് പറയാം. സോ ഐ തിങ്ക് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. അപ്പൊ ശ്രീത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? നമുക്ക് ഇനി എന്തെങ്കിലും ഓക്കെ ഗുഡ്. സോ രാഹുൽ എനിക്ക് അറിയില്ല നിങ്ങളുടെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ചോയ്സസ് ഡെഫിനറ്റ്ലി ഫേസ്ബുക്കിൽ വരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു ബ്രേക്ക് സമയത്ത് പറയാം. അപ്പൊ നിങ്ങൾക്ക് അത് പാടാൻ പറ്റുന്ന പാട്ടുകളാണെങ്കിൽ പാടിയാൽ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും. സോ എവരി വൺ താങ്ക്സ് അലോട്ട് ഫോർ ജോയിനിങ്. എല്ലാവരും ഈ ഒരു മ്യൂസിക്കൽ ഇവന്റ് എൻജോയ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആൻഡ് പ്ലീസ് സ്റ്റേ വിത്ത് us until it finish. ഓക്കെ, 11 o'clock നമ്മളൊരു വളരെ പ്രത്യേകമുള്ള നമ്മുടെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഓണർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടി ദയവേദിരിക്കുക, നമ്മുടെ കൂടെ ഈ മ്യൂസിക് എൻജോയ് ചെയ്യുക. സോ രാഹുൽ പ്ലീസ് ടേക്ക് ഓവർ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഇപ്പൊ എന്തായാലും ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഫേസ്ബുക്ക് ലൈവ് പോകുന്നുണ്ട്. അപ്പം ഫേസ്ബുക്ക് ലൈവില് ഒത്തിരി പേര് കമന്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ സജഷൻസും കൂടെ ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് അറിയുന്ന പാട്ടുകളൊക്കെ എന്തായാലും പാടും. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടുന്നത് കീർത്തനയാണ്. കീർത്തന ഒരു പഴയ സോങ്ങുമായിട്ടാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക, പ്രാർത്ഥന ഉണ്ടാവുക. താങ്ക് യു. ഓക്കെ, അപ്പം ഞാൻ ആദ്യമായിട്ട് പാടാൻ പോകുന്നത് ബാബുക്കയുടെ ഒരു പഴയ സോങ് ആണ്. ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുള്ള, ബാബുക്ക മ്യൂസിക് ചെയ്ത് ജാനകിയമ്മ പാടിയൊരു സോങ് ആണ് പാടുന്നത്. ഈരനോടൊത്തും കൊണ്ടമ്പരം ചുറ്റുന്ന ഈ മന്ദരാവിലെ വിൺമുഖിലേ കണ്ണീരിൽ മുങ്ങിയോരിൻ കൊച്ചുകിനാവുകൾ എന്തിനീ ശ്രീകോവിൽ ചുറ്റിടുന്നു വൃഥാ, എന്തിനീ ദേവനെ കൈകോപ്പുന്നു. ഈരനോടൊത്തും കൊണ്ടമ്പരം ചുറ്റുന്ന ഈ മന്ദരാവിലെ വെൺമുകിലേ മാനവഹൃദയത്തിൻ നൊമ്പരമോർക്കാതെ മാനത്തു ചിരിക്കുന്ന വാർത്തിങ്കളേ, മാനവഹൃദയത്തിൻ നൊമ്പരമോർക്കാതെ മാനത്തു ചിരിക്കുന്ന വാർത്തിങ്കളേ, മൂടുപടമണിഞ്ഞ മൂഢവികാരത്തിൻ നാടകം കണ്ടു മടുത്തു പോയോ. ഈരനോടൊത്തും കൊണ്ടമ്പരം ചുറ്റുന്ന ഈ മന്ദരാവിലെ വെൺമുകിലേ കണ്ണീരിൽ മുങ്ങിയോരിൻ കൊച്ചുകിനാവുകൾ എന്തിനീ ശ്രീകോവിൽ ചുറ്റിടുന്നു വൃഥാ, എന്തിനീ ദേവനെ കൈകോപ്പുന്നു. അപ്പൊ എന്തായാലും ആദ്യമായിട്ട് കീർത്തന പാടിയത് ബാബുക്കയുടെ പാട്ടാണ്. പേഴ്സണലി ഞങ്ങൾക്കൊരു സ്വകാര്യ അഹങ്കാരമാണ് ബാബുക്ക എന്ന് പറയുന്നത്. കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോടിനടുത്ത് പന്തിയങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പം കേരളത്തില് ആർക്കായാലും ബാബുക്കയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ടതാണ്. അപ്പൊ എന്തായാലും നല്ലൊരു സ്റ്റാർട്ടായിരുന്നു. അപ്പം അടുത്തത് ഞാൻ പാടാൻ പോകുന്ന പാട്ട് ഞങ്ങളുടെ സ്റ്റാർ സിംഗറിൽ തന്നെ ഞങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനീയനായ ശ്രീ ശരത് സാറ് മ്യൂസിക് ചെയ്ത പവിത്രം എന്ന ചിത്രത്തിൽ ദാസേട്ടൻ പാടിയ ഒരു പാട്ടാണ്, ശ്രീരാഗമോ എന്നുള്ള പാട്ട്. പ്ലാവില പൊൻതളികയിൽ പാൽപായസച്ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ
കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തോണികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ഇനിയൊരു ഡുവറ്റ് സോങ് പാടാം. അപ്പൊ എന്തായാലും ഞങ്ങളൊരു രണ്ടുപേരും കൂടെ ഒരു പുതിയ മലയാളം ഫിലിമിലത്തെ ഒരു ഡുവറ്റ് സോങ് ആണ്. നിൻ ഉയിരിനെ അനുദിനം നിഴലുപോ പിന്തുടരുവാൻ ഞാനലഞ്ഞിടുമേ. വഴിയിലീരാവോളം ഒഴുകി നാം കെടാതെരിയണേ നമ്മളിൽ നിന്നും ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴിനയിൽ സദാ പ്രണയം മഷിയെഴുതും നീതാ. ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്നെ കൺചിമ്മിടാതെ എൻ ജീവനേ അകമേ വാനവീനേഴു വർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം. അകലേ വാനിതാതെ ചേർന്നിതെന്നിൽ നീ എന്നോമലേ. നീ ഹിമമഴയായി വരും ഹൃദയം അണിവിരലാൽ തൊടൂ. താങ്ക് യു. അപ്പം ഒരു സോളോ സോങ് പഠിക്കും. ഏതാ പാട്ട്? അടുത്തത് ഒരു ഹിന്ദി സോങ് പാടാം. ഓക്കെ, ആപ്കി ഹസൻ അടുത്തായിട്ടൊരു ഹിന്ദി സോങ് ആണ്. റഫി സാഹിബിന്റെ ഒരു സോങ് ആണ് പാട്ട്. खुले लटों के छाँव में खिला खिलाए रूप है खुले लटों के छाँव में खिला खिलाए रूप है घटा से जैसे चल रही सुबह सुबह की धूप है जिधर नजर मोड़े जिधर नजर मोड़े जिधर नजर मोड़े उधर सुरूर ही सुरूर है मेरा दिल मचल गया तो मेरा क्या हुजूर है आपकी हंसी
चल गया तो मेरा क्या हुजूर है. താങ്ക് യു. താങ്ക് യു. അപ്പം അടുത്തതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ MG സാറിൻ്റെ ഒരു പാട്ട് പാടാം. അദ്ദേഹത്തിൻ്റെ ഒത്തിരി പാട്ടുകളുണ്ട്. അതിൽ ലാലേട്ടൻ്റെ അഭിമന്യു എന്ന ചിത്രത്തിലെ അദ്ദേഹം പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണ്. രവീന്ദ്ര മാഷിന്റെ സംഗീതമാണ്. കണ്ടു ഞാൻ മിഴികളിൽ എന്ന പാട്ടാണ്. അതിന്റെ കുറച്ച് കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം, ഓ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം, ഓ ഗോപുരപ്പൊൻകോടിയിൽ അമ്പലപ്രാവിൻ മനം പാടുന്നൊരാരാധന മന്ത്രം പോലെ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം, ഓ പാദങ്ങൾ പുണരുന്ന ശൃംഗാരനോപുരവും കയ്യിൽ കിലുങ്ങും പൊൻവളത്താരിയും, പാദങ്ങൾ പുണരുന്ന ശൃംഗാരനോപുരവും കയ്യിൽ കിലുങ്ങും പൊൻവളത്താരിയും, വെളിക്കൊരുങ്ങുവാനിൻ കിനാവിൽ വെളിക്കൊരുങ്ങുവാനിൻ കിനാവിൽ അനുവാദം തേടുകയല്ലേ എൻ ആത്മാവിൽ നീ, എന്നെ തേടുകയല്ലേ. കണ്ടു ഞാൻ മിഴികളിൽ വാലോലമാം നിൻ ഹൃദയം, ഓ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം, ഓ അപ്പം കമന്റ്സ് നോക്കിയിട്ടില്ല, ആളുകളുടെ കമന്റ്സ് ഉണ്ട്. അതിന്റെ മുമ്പ് എന്തായാലും രാജാ സാറിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന രീതിയിൽ ഇളയരാജ സാറിന് ഞങ്ങളുടെ ഒരു ട്രിബ്യൂട്ടാണ് കല്യാണത്തേന്നില എന്നുള്ള യേശുദാസും ചിത്ര ചേച്ചിയും പാടിയ പാട്ടാണ്. താങ്ക് യു. ഫേസ്ബുക്കിൽ ഒത്തിരി പേര് കമന്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അത് നോക്കിയിട്ടില്ല. അപ്പൊ എന്തായാലും തേൻ പാണ്ടിക്കൂടല ദേവാര പാടല തീരാത ഊടല തേൻ സിന്ധും കൂടല എന്നൻപ് കാതലാ എന്നാലും കൂടലാ പേരിன்பம் മേലാ നീ തീണ്ടും കൈലാ പാർപ്പോമിയാവല വാവാനീല കല്യാണത്തെ നില കായ്ച്ചാത പാലില നീതാനി വാനില എന്നോട് വാനില തീയാത വിണ്ണില
കല്യാണത്തെ നീല കാച്ചാത പാലില. താങ്ക് യു. ഓക്കെ, അപ്പം ഞാൻ ഇനി അടുത്തൊരു സോളോ പാടാം. ഒരു തമിഴ് സോങ്ങിനെ പാടാം. പുതുവെള്ളിമഴ, റഹ്മാൻ സാറിൻ്റെ സോങ് ആണ്. സുജാത മാമും ഉണ്ണിമേനോൻ സാറും പാടിയൊരു പാട്ടാണ്. സൂപ്പർ പാട്ട്. ഇത് ഈ പാട്ട് കീർത്തന ഇതിൽ പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ അടുത്തത് പാടാൻ പോകുന്നത്, ഞാൻ പണ്ട് മുതലേ എന്താ പറയാ ചെറുപ്പം തൊട്ട് മത്സരങ്ങളിലൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അത് കുറെ സ്ഥലത്ത് പാടിയിട്ട് ചിലർ പറയും ഈ പാട്ടൊന്നും നിനക്ക് നിർത്തിക്കൂടെ എന്നുള്ളത്. അപ്പൊ എന്തായാലും അത് അത്രയും ക്ലാസിക് ആയിട്ടുള്ള ഒരു സോങ് ആണ് ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ ദേവാങ്കണങ്ങൾ എന്ന പാട്ട്. അപ്പം ആ ഒരു സോങ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. താങ്ക് യു. ജോൺസൺ മാഷിന് സമർപ്പിക്കുകയാണ് ഈ പാട്ട്. അദ്ദേഹം നമുക്ക് വലിയൊരു നഷ്ടമാണ്. അപ്പം അദ്ദേഹത്തിന്റെ ക്ലാസിക് സോങ്സിൽ വരുന്ന ഒരു പാട്ടാണ്. സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയ നവനീത ചന്ദ്രനും സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയ നവനീത ചന്ദ്രനും ചൈത്രവേണുമോതും ചൈത്രവേണുമോതും മധുമന്ത്രകോകിലങ്ങളും മേളമേകുമിന്ദ്രനീല രാത്രി തേടവേ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃത കണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി
താങ്ക് യു രാഹുൽ. രാഹുലെ, നിങ്ങളെ കാണാൻ ഒരു ഗന്ധർവന്റെ പോലെ ഉണ്ട്. അപ്പം നിങ്ങൾ പാടുമ്പോ ആ പാട്ടിന് ഒരു കുറച്ച് മധുരം കൂടും. നൈസ്. ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ട്. ഗന്ധർവനെ പോലെ പറഞ്ഞാലേ ഇല്ല, അത് വളരെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. താങ്ക് യു. ഞാനൊരു ശരി കടുങ്കൈ പറഞ്ഞോട്ടെ. അത് എനിക്ക് അറിയില്ല കീർത്തനയ്ക്ക് അത് പാടാൻ പറ്റുന്ന എന്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ്. പ്രത്യേകിച്ച് ശ്വേത പോട്ടെ, നമ്മുടെ സുജാത മാഡത്തിന്റെ പാട്ട് പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നൊരു പാട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. പാടാൻ അറിയാമെങ്കിൽ ഒന്ന് പാടിയാൽ എപ്പോഴെങ്കിലും പാടിയ വലിയ ഉപകാരമായിരുന്നു. ആ പാട്ടിന്റെ വൺ ഓഫ് മൈ ഞാനിത് ഞാൻ മൻസ്റ്റാസിംഗിലുള്ളപ്പോ ഞാൻ ഈ പാട്ട് പാടിയിട്ടുണ്ട്. അത് ഒരു 4 വരി പാടാൻ പറ്റിയാൽ ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. താങ്ക് യു. മൻസ്റ്റാർ സിംഗറിൽ പാടിയ കീർത്തനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവോ? കുട്ടി കീർത്തന എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കുട്ടി ഫ്രോക്ക് ഒക്കെ ഇട്ട് ഭയങ്കര ക്യൂട്ട് ഫേസ്. എല്ലാരും ഇപ്പോഴും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് മഞ്ജിന്റെ പറഞ്ഞിട്ട് തന്നെയാണ്. ആ ചെറിയ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോഴും എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം അത് ഇപ്പോഴും കേൾക്കും, എല്ലാരും ഓർത്തിരിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോ. ഒരു ചെറിയ കമന്റ് പറഞ്ഞോട്ടെ കീർത്തന. എനിക്ക് തോന്നുന്നത് എവിടെയും ഞാൻ കണ്ടത് സരിഗമയിൽ ആരോട് പറഞ്ഞതാണ്, കീർത്തനെ കുറിച്ച് അറിയില്ലേ, കീർത്തന ഒരു റിയാലിറ്റി ഷോ തൊഴിലാളിയാണെന്ന്. അപ്പൊ എനിക്ക് ആ കോമഡി ഭയങ്കര രസമായിട്ടാണ് തോന്നിയത്. കറക്റ്റ് അല്ലേ? എനിക്ക് വിളിച്ചു അത് അക്ബർ ഖാൻ, നമ്മളെ ഷോയിലുള്ള അക്ബർ ഖാൻ ഉണ്ട്. അക്ബർ പറഞ്ഞതാണ്. സരിഗമപ്പ ഒരു ക്ലാസ് റൂം ആക്കി, അല്ല അതല്ല സോറി അക്ബർ ഖാൻ. ഞാൻ ആ ദിവസം ഷൂട്ടിൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇല്ലാത്ത സമയം നോക്കി അക്ബർക്ക് എനിക്കൊരു പേരിട്ട് തന്നു. അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റാ. പക്ഷെ അതുകൊണ്ട് തന്നെ എല്ലാരും ഇപ്പോഴും തിരിച്ചറിയുന്ന ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴും എന്താ നമ്മളെല്ലാരും തിരിച്ചറിയുന്നത് ഈ ഒരു ഷോസിലൂടെ വന്നുകൊണ്ട് മാത്രമാണ്. അപ്പം അത് കുറെ വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ മുന്നിലും കുറെ സിംഗേഴ്സിന്റെ മുന്നിലൊക്കെ പാടാനൊക്കെ അവസരം കിട്ടി. അപ്പൊ അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. തീർച്ചയായും. ഓക്കെ, അപ്പം ചേട്ടന് വേണ്ടിയിട്ട് പൊന്നുരുകും പൂക്കാലം ചേട്ടന് സ്പെഷ്യലായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു, താങ്ക് യു. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാടാൻ തളിരാടാൻ കാണിക്കയായി തന്നു കൊടിറാൻ പ്രാവെല്ലാം പാറിപ്പോകെ, പൂവാക കാടിന് പൊൻകുട ചൂടിയാലോരം, പൂവാക കാടിന് പൊൻകുട ചൂടിയാലോരം, താളലയങ്ങളിലാടി താഴമ്പൂ തഴുകും കുളിർക്കാറ്റിൽ കൈകളിൽ അറിയാതെ നീ ഏതു താളം തേടുന്നു, പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു കൊടിറാൻ പ്രാവെല്ലാം പാറിപ്പോകെ, ലാലാ 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 ആ. താങ്ക് യു. ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. നന്ദി. താങ്ക് യു കീർത്തന. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, പ്രിയങ്ക ചേച്ചിക്ക് എന്തായാലും പ്രിയങ്ക ചേച്ചി നമ്മുടെ ഗസ്റ്റ് അല്ലേ, അപ്പൊ പ്രിയങ്ക ചേച്ചിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണെങ്കിൽ ഞങ്ങൾ പാടാം. കീർത്തന ശരിക്കും ആ സമയത്ത് പാട്ട് പാടുമായിരുന്നു. ഇപ്പൊ എനിക്കറിയില്ല ഇത്രയും ഗംഭീരമായിട്ട് പാടുന്ന ആള് ഭാവിയിലൊരു വലിയ ഗായിക എന്നൊന്നും അറിയില്ല. ആ സമയത്ത് ഞങ്ങളുടെ
ഷൂട്ടിംഗ് സമയത്ത് ചെറിയ മോളാണേ. അപ്പോ രണ്ടുപേരും അനിയൻകുട്ടനുണ്ടല്ലേ എന്ന് കീർത്തന അനിയനുണ്ടല്ലേ എന്ന് അവിടെ ലൊക്കേഷനിൽ വരുമ്പോഴത്തേക്ക് പാട്ട് പാടും. ഏട്ട് അപ്പൊ പാട്ട് പാടിത്തരും. അപ്പൊ അന്ന് പാടിയ പാട്ട് എനിക്ക് ഇന്നും എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്, ഞാൻ ശരിക്കും കീർത്തന ആപ്കെ നസറോമെ സംജ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷെ ഇന്നും ഞാൻ ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് എപ്പോഴും പാടുമായിരുന്നു. എനിക്ക് കീർത്തന ആ പാട്ടും പാടിത്തരണം. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, കണ്ണുക്ക് മഴയഴക്. ഈ 2 പാട്ടും എനിക്ക് കീർത്തന പാടിത്തരണം. അടുത്ത ലിസ്റ്റ് പറയാം. ആപ്കി നസറൂൻ എന്തായാലും പാടാം. ചേച്ചി ഇപ്പോഴും അതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടെന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷം. ഇല്ല ചില ഓർമ്മകൾ, അതായത് ഓരോ സിനിമയിലും ഓരോ ഓർമ്മകൾ ഉണ്ടാവും. ഈ ചിലത് ചില പാട്ടുകളായിരിക്കും, ചില മണങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചില വാക്കുകളായിരിക്കും, നമ്മള് ചിലര് നമ്മളോട് കാണിച്ച സ്നേഹമായിരിക്കും. അതൊന്നും ഒരിക്കലും നമ്മളെ മറക്കില്ല. അപ്പോ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു സ്റ്റാർ സിംഗറിൽ ഞാൻ കാണുമ്പോ അയ്യോ നല്ല പരിചയമുള്ള കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനന്ന് ടി വി നോക്കണത്. ശരിക്കും വലിയ അഭിമാനമാണ് തോന്നിയത്. അന്ന് കൂടെ അഭിനയിച്ചിരുന്ന ആ മോള് എത്ര മനോഹരമായിട്ടാണ്, അപ്പോഴാണ് പാട്ട് ഇത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നോ എന്ന് ചിന്തിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് സരിഗമ ഇപ്പൊ നമ്മുടെ സി കേരളത്തിലെ റിയാലിറ്റി ഷോയില് ശരിക്കും പാടനം കണ്ടപ്പോ ഞാൻ ശരിക്കും അമ്മയെ വിളിച്ച് കാണിച്ചു. അമ്മയ്ക്ക് ഓർമ്മയുണ്ട് കുട്ടിയെന്ന് ചോദിച്ചിട്ട് അമ്മയെ വിളിച്ച് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കീർത്തനയുടെ നമ്പർ ഇല്ല. പക്ഷെ എനിക്ക് എനിക്ക് തോന്നണു ഞാൻ ഇൻസ്റ്റഗ്രാമില് കീർത്തനയ്ക്ക് ടെക്സ്റ്റ് ചെയ്തു, മോളെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വലിയ സന്തോഷമായിരുന്നു. എന്താ എല്ലാവിധ ഭാവുകങ്ങളും കേട്ടോ എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. आपकी नजरों ने समझा प्यार के काबिल मुझे, दिल की धड़कन ठहर जा, मिल गई मंजिल मुझे, आपकी नजरों ने समझा। जी हमें मंजूर है आपका ये फैसला, जी हमें मंजूर है आपका ये फैसला, कह रही है हर नजर बंद परवर शुक्रिया, हंस के अपनी जिंदगी में कर लिया शामिल मुझे, दिल की धड़कन ठहर जा, मिल गई मंजिल मुझे, आपकी नजरों ने समझा। താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. കീർത്തന പാടി തളർന്നു. ഇനിയിപ്പം ഞാനൊരു പുതിയ ചിത്രത്തിലെ പാട്ട് പാടാം. നമ്മുടെ പ്രിയപ്പെട്ട ഹരിശങ്കർ പാടിയ പാട്ടാണ്. ഓ ഞാനത് പറയാൻ വരുന്നതാണ്. ജീവാംശമായാണോ പവിഴമഴയാണോ? ഞാനതിങ്ങനെ മനസ്സിൽ വിചാരിച്ചുള്ളൂ. പവിഴമഴയായിരുന്നു. ഓക്കെ, പെർഫെക്റ്റ്, താങ്ക് യു. ദൂരെ ഒരു മഴവില്ലിൻ നീഴാം വർണ്ണം പോൽ, തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം, ഇന്നൻ ഇടവഴിയിൽ നിന്നോമൽ കാൽത്താളം, നീയാം സ്വരജതി ഈ മൗനം വാചാലം,
സാന്ധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും, സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും. പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവിടെ, നീ മൂടുമോ വെൺപനിമതിയെ മരനൊടിയഴകിലെ നാളങ്ങളിൽ, എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. ദൂരെ ഒരു മഴവില്ലിൻ നീഴാം വർണ്ണം പോൽ, തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം. ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി, ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി, നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം, തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം, മധുരമോറും ചിരിയാലെ പ്രിയ സമ്മതം മൂളുമോ, മനതാരിൽ അഴിനീക്കി നീണയാവാൻ പോരുമോ, കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ, പീലി നീർത്തുന്നൊരായിരം ജാലമിന്നിലിന്നാകവേ. പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവിടെ, നീ മൂടുമോ വെൺപനിമതികളിലെ മലരൊടിയഴകിലെ നാളങ്ങളിൽ, എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. താങ്ക് യു രാഹുൽ. അടുത്ത ഗാനം നിങ്ങളുടെയൊക്കെ എന്റെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടൊരു സോങ് ആണ്. ജയചന്ദ്രൻ സാറും ആരുടെ ഒരാളുടെ ഒരു നോയ്സ് വരുന്നുണ്ട് ചെറിയ, ആരുടെ ഒരാളുടെ മൈക്കിന്. ഓക്കെ, ജയചന്ദ്രൻ സാറും സുജാത ചേച്ചി പാടിയ രണ്ടാം ഭാവം എന്ന ചിത്രത്തിലെ പാട്ടാണ് മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പും. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. പൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം, പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. അറിയാതെ ഞാനെന്റെ പ്രണയത്തെ വീണ്ടുമെൻ നെഞ്ചോടൊതുക്കി കിടന്നിരുന്നു. കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലെ കവിളോടൊരുമ്മിക്കിതച്ചിരുന്നു. പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന, പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. ചുണ്ടിനാൽ ചുംബിച്ചിരുന്നു.
പൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. താങ്ക് യു രാഹുൽ ആൻഡ് കീർത്തന. ഇത് എനിക്ക് ഒരു പേഴ്സണൽ ഫേവറേറ്റും കൂടാണ്. കാരണം എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് ലിറ്റിൽ ഷൈനൈസിൽ പോയി കണ്ട പാടാണ് എന്റെ ഗേൾ ഫ്രണ്ടും ഞാനും കൂടെ. ഒരല്പം റൊമാൻറ്റിക് ആയ സീൻസിന്റെ രണ്ടാം ഭാവത്തിലെ പാട്ടല്ല, അതെ, ലാൽ ജോസിന്റെ ഫസ്റ്റ് മൂവിയാണെന്ന് തോന്നുന്നു. ഓ, മെമ്മറീസ്. താങ്ക് യു. എന്തായാലും ആ ധൈര്യം കാണിച്ചില്ലേ സോഷ്യൽ മീഡിയ വഴി ഗേൾഫ്രണ്ട്. എന്ത് ധൈര്യം കുറവ്, ഇതൊക്കെ നടക്കണ കാര്യമൊന്നുമില്ലേ? എനിക്ക് ഒരു അഭിപ്രായമാണ്. എനിക്കൊന്ന് ഡെഫിനറ്റ്ലി ഗോ ബാക്ക്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ദിലീപേട്ടൻ ഇവിടുത്തെ ഒരു ആസ്ഥാന ഗായകനാണ്. അദ്ദേഹം മിണ്ടാണ്ടിരിക്കുന്ന എനിക്ക് അത്രയും കൂടെ സുഖിക്കുന്നില്ല. ദിലീപേട്ടൻ ഒരു ചോയ്സ് പറയൂ. യു ഹാവ് ടു ടെൽ. നിങ്ങൾ രണ്ടുപേരെ സംസാരിക്കുന്നുള്ളൂ, വേറെ ആരും സംസാരിക്കുന്നില്ല. അതെ, തീർച്ചയായിട്ടും ഫ്ലോർ ഓപ്പൺ ആണ്. നമുക്ക് മറ്റുള്ളവരുടെയും കൂടെ സജഷൻസ് കേൾക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ അതെ, നമുക്ക് ദിലീപേട്ടൻ തുടങ്ങാം. ദിലീപേട്ടൻ ഒരെണ്ണം പറയൂ ദിലീപേട്ട. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം നിങ്ങൾ രണ്ടു ഡിബേറ്റ് പാടാൻ പറ്റുന്നുണ്ട്. 4 ലൈൻ പാടിക്കും. നല്ല വളരെ തീർച്ചയായിട്ടും മനോഹരമായ പാട്ടാണ്. വേണുഗോപാൽ സാറിന്റെ കൂടെയും പ്രോഗ്രാംസിനൊക്കെ പാടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വേണുകൾ എന്റെ മൺസ്റ്റാസിംഗിൽ വേണുകൾ എന്റെ ജഡ്ജായിരുന്നു. സുജാത മാം, വേണുഗോപാൽ സാറും ജഡ്ജായിരുന്നു. ഞാനൊരു തവണ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റാർ സിംഗർ സീസൺ 4 നടക്കുന്ന സമയത്തായിരുന്നു വൺ സ്റ്റാർ സിംഗറിൽ ഇവരുടെ മത്സരം നടന്നുകൊണ്ടിരുന്നത്. അത് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് നസ്രിയായിരുന്നു, നമ്മുടെ നസ്രിയ നാസിം. അപ്പൊ എന്തായാലും ദിലീപേട്ടന് വേണ്ടി നമ്മുടെ ഒന്നാം രാഗം പാടി എന്നുള്ള പാട്ട്. തെറ്റുകളൊക്കെ ക്ഷമിക്കാം. ഓ ഇല്ല, കുഴപ്പമില്ല, ഞങ്ങൾക്കൊന്നും തെറ്റാറില്ല. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ ഇന്നും ഹൃദയ സംഗമത്തിൽ ശിവേലികൾ തൊഴുതു. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ ഇന്നും ഹൃദയ സംഗമത്തിൽ ശിവേലികൾ തൊഴുതു. കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം അറിയും നീ ഗോപുരവാദി. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നീ, തേടുവതും രാഗമോ ദേവനും അനുരാഗിയാമമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നീ, തേടുവതും രാഗമം ദേവനും അനുരാഗിയാമമ്പലപ്രാവേ. താങ്ക് യു. നല്ലൊരു സോങ് റിക്വസ്റ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു രാഹുൽ, കീർത്തന. നിങ്ങളുടെ ഒപ്പം നല്ല സപ്പോർട്ടായിട്ട് നിന്ന് നമ്മുടെ രജീഷും. ബിഗ് താങ്ക്സ് ടു രജീഷ് ടു. അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഞങ്ങൾക്ക് പാടാനുള്ള ഒരു പ്രചോദനം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാം പുള്ളിയുടെ കയ്യിലാണ്. തീർച്ചയായിട്ടും പുള്ളിയുടെ കയ്യിലും നമ്മുടെ സൗണ്ട് എഞ്ചിനീയറുടെ കയ്യിലും അർജുന്റെ കയ്യിലും. താങ്ക് യു. കീപ് ഗോയിങ്. നമ്മുടെ ശ്രീജിത്തേട്ടനൊന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞു? ശ്രീതേട്ടൻ ബിഹൈൻഡ് ദ സീനിൽ കൂടെ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എനിക്ക് ഇച്ചിരി ഷൈ ആണ്. ശ്രീത പറയൂ. സോറി. പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടെങ്കിൽ പറയാം. എനിക്കൊന്ന് പ്രിയങ്കയ്ക്ക് ഏതോ ഒരു പാട്ടോടെ പറഞ്ഞു തോന്നുന്നു. പ്രിയങ്ക ഒന്ന് പറയോ? പ്രിയങ്ക ആ പാട്ടൊന്നുകൂടെ ഏതോ ഒരെണ്ണോട് ചോയ്സ് ഉണ്ടായിരുന്നില്ലേ? ആ പാട്ട് എനിക്ക് വലിയൊരു വേറെ ഏതെങ്കിലും കണ്ണുക്ക് മയ്യഴൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ആ 4 വരെ അറിയുള്ളൂ. ആദ്യത്തെ അത് പാടിക്കോ മതി.
ഓക്കെ. മതി. അൺപ്ലഗ്ഡ് അല്ലേ? അതെ. கண்ணுக்கு மை அழகு, கவிதைக்கு பொய் அழகு, கண்ணத்த குழி அழகு, கார்கோந்தில் பின்னழகு. கண்ணுக்கு மை அழகு, கவிதைக்கு பொய் அழகு, கண்ணத்த குழி அழகு, கார்கோந்தில் பின்னழகு. എനിക്ക് ബാക്കി വലിയൊരു ഐഡിയ ഇല്ല, സോറി. എന്തായാലും അത് പാടിയല്ലോ. താങ്ക് യു കീർത്തന. ബ്യൂട്ടിഫുൾ ലിറിക്സ് അല്ലേ? ഒരു രക്ഷയില്ലാത്ത ലിറിക്സ് ആണ്. അത് കേട്ടോണ്ടിരുന്ന ഞാൻ കവിതയാണ്, കവിത. താങ്ക് യു. തീർച്ചയായിട്ടും. ഒരു റിക്വസ്റ്റ്, ആ പറഞ്ഞോളൂ. കണ്ണാട കണ്ണയാന്നുള്ള പാട്ട് പാടാൻ പറ്റും? പാടാലോ, പാടാം. അത് കീർത്തനയാണോ പാടുന്നത്? അത് തീർച്ചയായിട്ടും പാടാം. അത് രാഹുലിന് പണിയുന്നതാ. അതെനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും അത് പാടാം. പല്ലവി പാടാം. கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா, பொன்னான நெஞ்சை பொன்னான கையால் பூ போல நீவாவா. நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் தீருமா. நான் பார்த்து நின்றேன் பொன்வானம் எங்கும் என் மின்னல் தோன்றுமா. தண்ணீராய் மேகம் தோறும் கண்ணீர் சேரும் கற்கண்டாய் மாறுமா. ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ. கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா, பொன்னான நெஞ்சை பொன்னான கையால் பூ போல நீவாவா. அலைக்கடலின் நடுவே அலைந்திடவா தனியே, படகினவே உனையே பார்த்தேன் கண்ணே. புது மணலில் விழுந்து புதந்திடவே இருந்தேன், குறுநகையே இருந்தேன் நீதான் என்னை. விண்ணோடும் மண்ணோடும் வாடும் பெரும் ஊஞ்சல் மனதோரம், கண்பட்டு நூலிட்டு போகும் என ஏதோ பயம் கூடும். மயிலாகி ஆர்க்கிறேன், மழையாகி ஆடினேன், இந்த உற்சாகம் போதும் சாக தோண்டும் இதே வினாடி. கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா, பொன்னான நெஞ்சை பொன்னான கையால் பூ போல நீவாவா. താങ്ക് യു രാഹുൽ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. താങ്ക് യു. ഇറ്റ് വാസ് റിയലി ഗുഡ്. അത് വിശ്വാസത്തിലെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് കൂടെയാണ്. എനിക്കൊന്നില്ല, നമ്മുടെ വേറെ സജഷൻ ഉണ്ട് കേട്ടോ. ലേഖ 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 ക്യാൻ അൺമ്യൂട്ട്, എന്നിട്ട് ലേഖയുടെ ചോയ്സ് പറയാമോ? എത്രയോ ജന്മമായി എന്നുള്ള പാട്ടൊന്ന് പാടുവോ? എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു എന്നുള്ള. എല്ലാവരുടെയും നല്ല നല്ല ലിസ്റ്റ് ആണ് സജഷൻ വരുന്നത്. താങ്ക് യു വെരി മച്ച്.
പാട്ടെന്ന് പറഞ്ഞ സമരൻ ബദലഹം എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ഫിലിം. അതിന്റെ മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ സാറ്, ഈ സുജാത ചേച്ചിന്റെ ഏറ്റവും നല്ലൊരു പാട്ട്. അപ്പം അത് കീർത്തന എന്തായാലും കാറ്റോട് മേഘം നിന്നെ ചൊല്ലി സ്നേഹാദ്രമേതോ സ്വകാര്യം മായുന്ന സന്ധ്യേ നിന്നെ തേടി ഈറന്നിലാവിൻ പരാഗം ഇന്നെന്നും ഈ മടിയിലെ പൈതലാ നീ മോളും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കവേ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത്രമേൽ ഇഷ്ടമായി നിന്നെ പുണ്യമേ ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ സൂപ്പർ. മെലഡിയിലെ ഒരു അൺസങ് ഹീറോ ആണ് അദ്ദേഹം. അയ്യോ, അദ്ദേഹത്തിന്റെ കമ്പോസിഷൻസ് ഒക്കെ സൂപ്പർ. ഐ ആം റിയലി താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ലിസണിംഗ്. സോ എനിക്ക് എല്ലാവരുടെയും ചോയ്സ് എനിക്ക് കാണാൻ പറ്റണില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു അതിക്രമം കാണിച്ചോട്ടെ. കീർത്തനയുടെ ഒരു പാട്ടോട് എനിക്കൊരു സജഷൻ ഉണ്ട്, എന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. മുതൽ ഈ കിള്ളി പാർട്ടി എന്നുള്ള തമിഴ് പാട്ട് കീർത്തന പാടുമ്പോൾ ഇറ്റ്സ് സോ സൂപ്പർ. പറ്റുവാണെങ്കിൽ ഒരു 4 വരി പാടിയെ കൊള്ളാമെന്നുണ്ട്. കീർത്തനയുടെ എല്ലാ പാട്ടും ചേട്ടൻ അറിയാം. റിയാലിറ്റി ഷോയില് പാടിയ എല്ലാ പാട്ടും ഭയങ്കര ലിറിക്സ് വൈസും അതിന്റെ ഒരു ഭാവവും ഭയങ്കര രസമുള്ളതാണ്. പറ്റുകയാണെങ്കിൽ ഒന്ന് പാടിക്കൊള്ളായിരുന്നു. സൂപ്പർ സോങ് ആണത്. സുജാത മാമും ശ്രീനിവാസ് സാറും കൂടി പാടിയിട്ടുള്ള സോങ് ആണ്. ബ്യൂട്ടിഫുൾ മെലഡി. അത് പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചെറിയൊരു ലിറിക്സ് എടുക്കേണ്ട ഒരു സമയം എടുത്തത്. முதல் முறை கிள்ளி பார்த்தே முதல் முறை கண்ணில் வேர்த்தே எந்த தாயின் கர்ப்பம் தாண்டி மறுமுறை உயிர் கொண்டேன் உன்னால் இருமுறை உயிர் கொண்டேன் முதல் முறை எனக்கு எழுதிட தோன்றும் கண்ணீருண்டு சோகமில்லை ஆமா மழையுண்டு மேகமில்லை முதல் முறை கிள்ளி பார்த்தேன் முதல் முறை கண்ணில் வேர்த்தேன் எந்த தாயின் கர்ப்பம் தாண்டி
எனக்குள் இருக்கும் உயிரொரு சோமையா பின்னே உன்னை நானும் விட்டு செல்வேனா தந்தை தந்த உயிர் தந்தே தாய் தந்த உடல் தந்தேன் உறவுகள் எல்லாம் சேர்த்து உன்னிடம் கொண்டேன் மொத்தத்தையும் நீ கொடுத்தாய் ஆனால் மொத்தத்துக்கு ஒரு நாள் குதித்தாய் முதல் முறை கிள்ளி பார்த்தேன் முதல் முறை கண்ணில் வேர்த்தேன் எந்த தாயின் கர்ப்பம் தாண்டி மறுமுறை உயிர் கொண்டேன் உன்னால் இருமுறை உயிர் கொண்டேன். താങ്ക് യു കീർത്തന. സന്തോഷമുണ്ട്. ഒരു ടൈം ചെക്ക് ചെയ്തോട്ടെ. ശ്രീത്ത് ആൻഡ് ദിലീപ് അണ്ണ ചേട്ടാ, നമ്മള് 11 അല്ലേ ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നത്? സോ വി ഹാവ് അറൌണ്ട് 40 more minutes അല്ലേ? ഒരു ഫ്ലഡ് ഗേറ്റ് തുറന്ന പോലെ ഒത്തിരി ആൾക്കാരെ നമ്മുടെ ലൈവിൽ വരുന്ന ആൾക്കാർ ഇപ്പോഴാണ് ശരിക്കും ആ ഒരു ഫുൾ മൂഡിലേക്ക് എത്തി. എനിക്ക് ഉറപ്പൊക്കെ ഉണർന്ന് എനിക്ക് കുറെ ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരെ പേരിട്ടുണ്ട്. സോ ലെറ്റ്സ് ക്വിക്ലി ഗോ. ഒരു 4 വരിയെങ്കിലും പാടാൻ പറ്റിയാൽ ഇവരുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് പോവാം. സോ ഡോക്ടർ ധന്യ ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. സോ ധന്യ ഡോക്ടർ പറയാമോ സജഷൻ ഏതാണെന്ന്? ഏത് പാട്ടാണ് വേണ്ടത്? രണ്ടുപേരും കൂടെ പാടാമോ? ഓക്കെ ചേച്ചി, വേറെ ഒന്നും തോന്നരുത്. കീർത്തന ആ ഷോയില് പാടിയിട്ടുണ്ട്. അപ്പം എനിക്ക് ആ പാട്ട് അത്ര അറിയില്ല. അപ്പൊ എന്തായാലും കീർത്തന ആ പാട്ട് ചേച്ചിക്ക് വേണ്ടി പാടുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഈ ഷെരീഫ് ഖാന്റെ കൂടെയായിരുന്നു പാടിയിരുന്നത് ഞങ്ങളുടെ ഷോയില്. നന്നായില്ലേ? അതായത് എന്റെ ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ പെർഫോമൻസ് ആയിരുന്നു അത്തിമരക്കൊമ്പില്. എല്ലാ പണിയും കീർത്തനക്ക് കിട്ടുന്നുണ്ട്. കറുകകൾ വിരിയുന്നൊരീ പുതുനിലമായെങ്കിൽ നീ പൂക്കളാലെ നിന്നെ മൂടി നീ ഓർത്തിടാതെ മെല്ലെ പൊൽകി മിഴികളിൽ ഇന്നലെ കരുതിയ മൗനവും ഇളവയിലായത പുലരികരെ തീരാതെ തീരാതെ നീരോളമോ പൂജോലയായി മാറൂ അത്തിമരക്കൊമ്പിനെ ചുറ്റി വരും തെന്നലെ തെന്നി തെന്നി മണ്ണിൽ വീണ് തെന്നലെ പുലരൊളിയങ്ങനെ യവനിക നീക്കവെ വനശലഭങ്ങളെങ്ങും ആടവേ വരിവണ്ടായി ഞാനെന്നുമില്ലേ മധു തേടുന്നു തിരയുന്നു നിന്നെ നറുചിരിയുടെ കിളിമൊഴിയുടെ പുതുമഴയുടെ ഒരു മരവിലൂടെ അത്തിമരക്കൊമ്പിനെ ചുറ്റി വരും തെന്നലെ തെന്നി തെന്നി മണ്ണിൽ വീണ് തെന്നലെ പുലരൊളിയങ്ങനെ യവനിക നീക്കവെ വനശലഭങ്ങളെങ്ങും ആടവേ. താങ്ക് യു. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. No, that's perfectly fine. ഇതാണ് എന്റെ രസം. ഇങ്ങനെ നമുക്കൊരു കാൻഡിഡേറ്റ് ആയിട്ട് പാടാൻ പറ്റുന്നതാണ് രസം. നമ്മുടെ ഒട്ടപ്പുറത്ത് എന്റെ ഒരു കൂട്ടുകാരൻ പാടുന്ന പോലെ കൂട്ടുകാരി പാടുന്ന പോലെ ഉള്ളൂ. ദാറ്റ്സ് റിയലി ഗുഡ്. സോ നമുക്ക് ഒത്തിരി വലിയ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 വരെയെങ്കിലും പാടാൻ പറ്റുമെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് സന്തോഷമായിരിക്കും തോന്നുന്നു. സോ അടുത്ത ശ്രീകൃഷ്ണനാണ് ഒരു റിക്വസ്റ്റ് അയച്ചത്. ശ്രീകൃഷ്ണൻ, ക്യാൻ യു അൺമ്യൂട്ട് ടോക്ക്?
ഓൾ ദ ബെസ്റ്റ്. ഹലോ ഹലോ കേക്കാം, പറഞ്ഞോളൂ. ശങ്കല ഹലോ, ഇത് എന്റെ അങ്കിളാണ് കേട്ടോ, എന്റെ ഓക്കെ, സിസ്റ്റർ ഹസ്ബൻഡാണ് സുരേഷ് അങ്കിൾ. അവര് US തന്നെയാണ്, ന്യൂജേഴ്സി ആണ് അവര്. താങ്ക് യു ഫോർ ജോയിനിങ് us. ഹലോ സുരേഷ് അങ്കിൾ. എന്റെ ഒരു ഫേവറേറ്റ് സോങ് ഉണ്ട്, എന്തേ നീ കണ്ണ, ഗായത്രിയുടെ വക. പാടാൻ പറ്റുമോ? തീർച്ചയായിട്ടും സുരേഷ് അങ്കിൾ. അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ പ്രതീക്ഷിക്കുന്നു. രാജ്യാന്റി, അനു, എല്ലാവരും സുഖം തന്നെ. ആരോടും ഹായ്. ഓക്കെ, അപ്പം എന്തേ നീ കണ്ണ പാടാം. സുരേഷ് അങ്കിൾ എപ്പോഴും എന്നോട് പാടാൻ പറഞ്ഞൊരു പാട്ടാണ്. കർപ്പൂരമായി ഞാനെരിഞ്ഞു തീർന്നോളാം, ഇഷ്ടദൈവത്തിൻ സുഗന്ധമായി തീരാം. കർപ്പൂരമായിട്ടെരിഞ്ഞു ഞാൻ തീർന്നോളാം, ഇഷ്ടദൈവത്തിൻ സുഗന്ധമായി തീരാം. പുഷ്പമായി മണ്ണിൽ പിറന്നാൽ നിൻ പൂജയ്ക്ക് പൊട്ടിച്ച മന്ദാര പുഷ്പമായി മാറിയിടാം. എന്തേ നീ കണ്ണ, എന്തേ നീ കണ്ണ, എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. എന്തേ നീ കണ്ണ, എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. എന്തേ നീ കൃഷ്ണ, കൃഷ്ണ, എന്തേ നീ കൃഷ്ണ, എന്നെ നീ കണ്ടില്ല, ഇങ്ങു കഴിയുന്നു പാവമീ ഗോപിക. എന്തേ നീ കണ്ണ, എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. കീർത്തനയുടെ അങ്കിൾ എവിടെ? സുരേഷ് അങ്കിൾ, സുരേഷ് അങ്കിൾ പോയോ? ഓ താങ്ക് യു, വളരെ നന്നായി. താങ്ക് യു കീർത്തന. താങ്ക് യു കീർത്തി. ഓ എന്താ ക്ലാപ്പ് ചെയ്തത് ദുബായ്, ക്ലാപ്പ് ചെയ്ത് ദുബായ് നാവും. അതെന്റെ അങ്കിള്, അതമ്മേ, അതെന്റെ അമ്മേന്റെ ബ്രദറാണ്. അങ്കിൾ ദുബായിലാണ്. എല്ലാവരും താങ്ക് യു. താങ്ക് യു ഗീതന ഫോർ നല്ല പാട്ടാണത്, അല്പം ഡിവോഷണൽ. അടുത്തത് അനുപം അനിലിന് ഒരു ചോയ്സ് ഉണ്ട്. സോ ഒന്ന് അനുപം അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഹലോ, അനുപമയുടെ അമ്മയാണ്. രാഹുൽ, ചിത്ര ടീച്ചറാണ് പേരാമ്പ്രയിൽ. ഹലോ ടീച്ചർ, എനിക്കൊരു സജഷൻ ഉണ്ടായിരുന്നു. ഹലോ, എന്റെ പ്രിയപ്പെട്ട ടീച്ചറാണ്. എന്നെ ഹൈസ്കൂൾ പഠിക്കുന്ന സമയം തൊട്ടേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത സമയത്തൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്ന എന്റെ ടീച്ചറാണ്. അപ്പൊ ടീച്ചറെ വിളിച്ചാൽ ഒരുപാട് സന്തോഷം. അതെ, ഗുരുപൂർണിമയും കൂടെയാണ്, അപ്പൊ നല്ല സമയം തന്നെയാണ്, ഗുരുവിന്റെ അനുഗ്രഹം കിട്ടാനുള്ള സമയം. നല്ല സമയം. ടീച്ചർ താങ്ക് യു ഫോർ ജോയിനിങ്. എപ്പോഴും ഒരുപാട് അനുഗ്രഹങ്ങൾ രാഹുലിന് ഉണ്ടാവും. അത്രയും എളിമയുള്ള, അത്രയും ഗുരുത്വമുള്ള ശിഷ്യനാണ് രാഹുല്. എപ്പോഴും ഒരുപാട് നന്മ രാഹുലിന് ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളൊക്കെ തന്നെ. വലിയ ഫാൻസും കൂടെയാണ് രാഹുലിന്. ഇത് പറയാൻ വേണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കല്ലേ. ഞാൻ അറിയുന്നില്ല, മോനാ ഇപ്പം പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. എത്ര ലേറ്റ് ആയിട്ടും വന്നില്ലേ ലൈവിൽ, സന്തോഷം. ഗ്രാൻഡ് മാസ്റ്ററിലെ അകലയോ എന്നുള്ള പാട്ടൊന്ന് പാടുവോ? എന്റെ പ്രിയപ്പെട്ട പാട്ടാ. തീർച്ചയായിട്ടും എന്റെയും പ്രിയപ്പെട്ട പാട്ടാണ്. എന്തായാലും എല്ലാവർക്കും വേണ്ടി ടീച്ചർക്ക് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പാടാം. ദീപക് ദേവ് സാർ മ്യൂസിക് ചെയ്ത പാട്ടാണ്, ഗ്രാൻഡ് മാസ്റ്റർ ചിത്രത്തിലെ. വിജയ് സുഹാസ് ചേട്ടൻ പാടിയ പാട്ട്.
മതി. അകലെയോ നീ അകലെയോ വിടതരാതെന്തേ പോയി നീ അകലെയോ നീ അകലെയോ വിടതരാതെന്തേ പോയി നീ ഒരു വാക്കിലും അകലെ നീയെങ്കിലും അരികിൽ ഞാനെന്നും മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണ് പിരിയാതെ അഴകേ വാ അരികേ വാ മലരേ വാ തിരികെ വാ അഴകേ വാ അരികെ വാ മലരേ വാ തിരികെ വാ അകലെയോ നീ അകലെയോ വിടതരാതെന്തേ പോയി നീ. ഞാൻ മുഴുവൻ പാടാത്തത് സമയക്കുറവ് കൊണ്ടാണ്. ടീച്ചർ വേറൊന്നും വിചാരിക്കരുത്. കുഴപ്പമില്ല, അത്രയും പാടിയല്ലോ. താങ്ക് യു. ഈ പാട്ട് കുറെ വട്ടം ഞാൻ പാടിയിട്ട് ടീച്ചർ കേട്ടിട്ടുണ്ട്. ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പാട്ട് ശ്രദ്ധിച്ചത് തന്നെ രാഹുല പാടിയതിനു ശേഷമാണ്. അയ്യോ, എന്തായാലും ഒരുപാട് സന്തോഷം. അത് വരാനും ലൈവിൽ വരാനും ഓർത്ത് പറയാനും സാധിച്ചില്ല. മോന്റെ അടുത്ത് പ്രത്യേകം നന്ദി പറയണം. അങ്ങനെ പറഞ്ഞല്ലോ അത് ലൈവ്. ഓ അനുപമിന് സ്പെഷ്യൽ നന്ദി. താങ്ക് യു ടീച്ചർ, ഞങ്ങളെ ജോയിൻ ചെയ്തതിൽ താങ്ക് യു. സമയം നമുക്ക് കുറേയധികം ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ദയവ് എന്നോട് എക്സ്ക്യൂസ് ചെയ്യാൻ ഞാൻ ഇന്ന് എല്ലാവരും പേര് വിളിക്കട്ടെ. അടുത്തത് നമ്മുടെ കേച്ചിയുടെ ജീവവായു ജോലാലിന് ഏതൊരു ചോയ്സ് ഉണ്ടല്ലോ എന്ന് പറയും. നിങ്ങളുടെ പരിപാടി അടിപൊളിയായിട്ട് നടക്കാണ്. അതുകൊണ്ട് രാഹുൽ കീർത്തന എല്ലാവർക്കും താങ്ക്സ് ചെയ്യുന്നതിന്. എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ്, ഒരു പഴയ പാട്ടാണ്, വയസ്സായിരിക്കുന്നല്ലോ, അതുകൊണ്ട് ഒരു പഴയതിലേക്ക് ഒരു ചെറിയൊരു ഓർമ്മ. ആരെയും ഭാവഗായകനാക്കുന്ന എന്നുള്ള ഒരു ചെറുതായിട്ട് ഒരു മൂഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ നാട്ടിൽ മഴ, ഇവിടെ മഴയില്ലാത്തതിൻ്റെ ദുഃഖം മാത്രമേ ഉള്ളൂ. അത് കേട്ടങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞൊരു സന്തോഷമാണ്. ചെറുതായിട്ടൊന്ന് പാടുകയായിരുന്നെങ്കിൽ വലിയ നല്ല ഉപകാരം. തീർച്ചയായിട്ടും മാഡം. കിന്നരമണിത്തമ്പുരു മീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും കിന്നരമണിത്തമ്പുരു മീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും മണ്ണിലെ കിളിപ്പൈതലും മുളം തണ്ടിൽ മൂളുന്ന തെന്നലും ഇന്നിതാ നിൻ പ്രകീർത്തനം ഈ പ്രപഞ്ച ഹൃദയ വീണയിൽ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്മ ശ്രീശ്രയായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്ര ശീർഷയായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. നമുക്ക് FB-യിലും കുറേയധികം റിക്വസ്റ്റ് ഇടുന്നുണ്ട്. എനിക്കറിയില്ല നമ്മുടെ സമയം എല്ലാം തികയുമെന്ന്. ഞാനൊരു ലിസ്റ്റ് എഴുതി എന്റെ കൈ അയച്ചു. എന്നാലും ഞാൻ അടുത്ത ആളെ വിളിക്കുകയാണ്. രാജേഷ് ഗംഗാധരൻ ഒരു ചോയ്സ് ഉണ്ട്. സോ രാജേഷ് പറയൂ. ഹായ്, നീ ഹിമമഴയായി ഒന്ന് പാടാൻ പറ്റുമോ?
അത് 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഹരിശങ്കറിന്റെ പാട്ട്. ഓ അതിന് അതെ പാടി കറക്റ്റ്. പ്രിയങ്ക ചേച്ചി എന്തോ റിക്വസ്റ്റ് പറയുന്നുണ്ട്. പ്രിയങ്ക എന്താണ് റിക്വസ്റ്റ്? കേൾക്കുന്നില്ല കേട്ടോ, പറയുന്നുണ്ടോ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബാബുക്കയുടെ 1-2 പാട്ട്. പിന്നെ സമയക്കുറവായത് കൊണ്ട് പിന്നെ പാടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പാടാം. ഓക്കെ. ബാബുക്കയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നായ സുറുമ എഴുതിയ മിഴികളെ എന്നുള്ള പാട്ട്. അതുപോലെ അതെല്ലാവർക്കും ഇഷ്ടമല്ലേ? തീർച്ചയായിട്ടും. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തെ തുളുമ്പും സൂര്യകാന്തി സുറുമയെഴുതിയ മിഴികളെ. താങ്ക് യു. അഗെയിൻ ആൾക്കാരുടെ ചോയ്സസ് റിക്വസ്റ്റുകൾ കൂടുന്നുണ്ട്. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. താങ്ക് യു രാഹുൽ ആൻഡ് കീർത്തന, നിങ്ങൾ എല്ലാം ഓണർ ചെയ്യുന്നത് വലിയ ഉപകാരം. രമ്യ ശങ്കർ ഏതാണ് പാട്ട് വേണ്ടത്? ചന്ദനമണിവാതിൽ പറഞ്ഞ പാട്ടൊന്ന് പാടിത്തരാൻ പറ്റുമോ? കറക്റ്റ്, ചന്ദനമണിവാതിൽ. നല്ല പാട്ടാണ്. വളരെ നന്നാവുണ്ട് കേട്ടോ നിങ്ങളുടെ പാട്ട്. താങ്ക് യു. ചന്ദനമണിവാതിൽ പാതിചാരി ഇന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ? ചന്ദനമണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ? അടിപൊളി. താങ്ക് യു. അടുത്തതൊരു FB റിക്വസ്റ്റ് ആണ് രാഹുൽ. ശ്രീരാഗമോ നമ്മുടെ പവിത്രത്തിലാണെന്ന് തോന്നുന്നു. ആ പാട്ട് പാടാൻ പറ്റുമെങ്കിൽ 2-3 റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം പാടിയിട്ടുണ്ടായിരുന്നു അത് പാടിയിട്ടല്ലോ, സോറി, എനിക്കത് മിസ് ആയെന്ന് തോന്നുന്നു. ഇനി എന്നാ നമുക്ക് അടുത്തൊരാളെ വിളിക്കാം. സജീവ് ഒരു ചോയ്സ് ഉണ്ടായിരുന്നല്ലോ, സജീവിന്റെ എന്ന് പറയോ? അതെ, തീർച്ചയായിട്ടും. ഇത് ഒരു രവീന്ദ്ര മാഷിന്റെ പഴയ ഗാനമാണ്, തേനും വയമ്പും. അത് രാഹുലായിരുന്നാലും പാടാം, കീർത്തനായിരുന്നാലും പാടാം. ആരെങ്കിലും? കീർത്തന കുറച്ചു നേരമായിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും. ചേട്ടാ ഒരു കാര്യം പറഞ്ഞോട്ടെ, ആരുടെയോ മൈക്ക് ഇങ്ങനെ മ്യൂട്ടായിട്ട് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ഇതിനകത്ത് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്കിപ്പം സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് പല്ലവി തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി തേനും വയമ്പും നാവിൽ
താങ്ക് യു വളരെ നന്ദി. രജീഷിന് സ്പെഷ്യൽ താങ്ക്സ്. ആ പിയാനോ സപ്പോർട്ട് ചെയ്ത് റിയലി ഇറ്റ് വാസ് റിയലി ഗുഡ്. താങ്ക് യു രജീഷ്. ഇനിയുണ്ട്, സോറി ഞാൻ റഷ് ചെയ്യുന്നതിൽ ഒത്തിരി ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ട്. എന്നാലും അടുത്ത ബിന്ദുവിന് എന്തോ ഒരു ചോയ്സ് ഉണ്ട്. ബിന്ദു പറയോ? ബിന്ദു ഉണ്ടോ? ബിന്ദു അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, എനിക്ക് തോന്നുന്നു ബിന്ദു ടെക്നിക്കൽ പ്രശ്നം. ഹലോ ഹലോ, പറയൂ പ്ലീസ് ഗോ. കൈക്കുടന്ന നിറയെ നറുനിലാവ്, ആ പാട്ടൊന്ന് പാടിത്തരുമോ? നമ്മളെ ലിസ്റ്റില് കൈക്കുടന്ന നിറയെ തിരുമധുരം പാടാൻ എന്തായാലും പാടണമെന്ന് വിചാരിച്ച പാട്ടാണ്. ചെറിയ ഉരുകും വേനൽ പാടം കടന്നെത്തുമേ രാത്തിങ്കളായി നീയുദിക്കേ. ഉരുകും വേനൽ പാടം കടന്നെത്തുമേ രാത്തിങ്കളായി നീയുദിക്കേ. കനിവാർന്ന വിരലാൽ അണിയിച്ചതാരേ, കനിവാർന്ന വിരലാൽ അണിയിച്ചതാരേ, അറിവിന്റെ കുളിരാർന്ന ഹരിചന്ദനം. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈകൊടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും. താങ്ക് യു. നന്നായിട്ട് പാടി. താങ്ക് യു. നിങ്ങളുടെ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഹാപ്പിയാണ്. ഒരു ഫേസ്ബുക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. എനിക്ക് തമിഴിലൊരു മുൻപേവാ അൻപേവാ എന്നുള്ള പാട്ടാണ്. എനിക്കറിയില്ല കീർത്തനയാണോ രാഹുലാണോ പാടാൻ. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ആർക്കെങ്കിലും പാടാൻ പറ്റിയിരുന്നല്ലായിരുന്നു. മുൻപേവാ അൻപേവാ എന്നുള്ള പാട്ട് കീർത്തനയാണ്. കീർത്തനയ്ക്ക് വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. മുൻപേ വായി നൻപേ വാ ഊരേ വാ ഉയരേ വാ മുൻപേ വായി അൻപേ വാ പൂ പൂവായി പൂ പൂവാ നാനാ കേട്ടേൻ എന്നെ നാനേ നാനിയാ നെഞ്ചം சொன்னதே முன்பே வாய் அன்பே வா ஊரே வா உயிரே வா முன்பே வாய் அன்பே வா பூ பூவாய் பூ பூவா. എന്തായാലും നമ്മള് കുറെ ഫേസ്ബുക്ക് റിക്വസ്റ്റും കുറെ നമ്മുടെ അസോസിയേഷനിലെ റിക്വസ്റ്റും ഒക്കെ കുറെയൊക്കെ പാടിയെന്ന് തോന്നുന്നു. ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എന്ത് പറയണു ചേട്ടൻ? ഇവിടെ സ്റ്റുഡിയോടെ ഇവിടെ കേരളത്തിലായതുകൊണ്ട് ഇവിടെ എത്ര ഒരു 11:15 സമയം. രാഹുൽ സോറി രാഹുൽ, ഞാൻ അത് അതിനിടയ്ക്ക് എനിക്കൊരു കോൾ. എന്താ പറഞ്ഞു രാഹുൽ? വൈൻഡപ്പ് ചെയ്യാനാണോ ഉദ്ദേശിച്ചത്? അല്ല, വൈൻഡപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ആഗ്രഹമില്ല. പക്ഷെ ഇവിടെ സ്റ്റുഡിയോയുടെ ടൈമിങ്ങും നമ്മൾക്ക് 11:15. ശരി, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു നമുക്ക് എന്താ ചെയ്യേണ്ടത് ശ്രീജിത്ത്? നമുക്ക് നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലേക്ക് കടന്നാലോ?
സുധീർ എന്താ പറയോ? വൈൻഡപ്പ് ചെയ്യേണ്ടത് കൊണ്ട് ഇനിയിപ്പോ അങ്ങനെ ചെയ്യൂ. കാരണം തന്നെയല്ല നാട്ടിലത്തെ സിറ്റുവേഷൻ ഇവിടെ കൺസിഡർ ചെയ്യണമല്ലോ. ലൈവ് ഇവന്റ് ജസ്റ്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു ഡുവറ്റ് സോങ് കൂടെ പാടി വൈൻഡപ്പ് ചെയ്യാം. ആരും വിചാരിക്കരുത്, കാരണം 11 മണിയായിരുന്നു, 12 കുഴപ്പമില്ല. തീർച്ചയായിട്ടും എന്തായാലും മുമ്പായിട്ട് തന്നെ പറയാം, ഇത്രയും നേരം ഞങ്ങളുടെ പാട്ട് ആസ്വദിച്ച് ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം തന്നെ ഡെഡിക്കേറ്റ് ചെയ്തത് ഹെൽത്ത് വർക്കേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് വേണ്ടി രാപ്പകലോളം കഷ്ടപ്പെട്ട് കൊറോണ എന്ന മഹാമാരിയെ തുരത്താൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് അവരുടെ മുമ്പിൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ചെറിയൊരു സംഗീത വിരുന്ന് നിങ്ങൾക്ക് വേണ്ടി അവസാനിപ്പിക്കാനുള്ള സമയമായി. അപ്പം അവസാന ഗാനം ഞങ്ങള് റഹ്മാൻ സാറിന്റെ ഒരു സോങ് ആണ് പാടുന്നത്. അപ്പം നമുക്ക് ഏകദേശം നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചിരുന്നത് ഒരു 10:30 വരെ ആയിരുന്നു. അപ്പം ഇപ്പം ഓൾറെഡി 11 മണി ആവുന്നു. അപ്പം നമുക്ക് ലാസ്റ്റ് സെക്ഷനിലോട്ട് പോവാം. പാട്ട് ഇതോടെ അവസാനിക്കുകയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ എന്നാ രാഹുലിന്റെ നമുക്ക് ഒരാളെയും കൂടെ നമുക്ക് ക്ഷണിക്കാനുണ്ട്. അദ്ദേഹത്തെ കൂടെ ലാസ്റ്റ് ഫൈനൽ സോങ്ങിലേക്ക് പോവാം. ഓക്കെ, അതിന് മുമ്പ് ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം അതേപോലെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ഫിനിക്സിലുള്ള ഒരു നിഷ പിള്ളയെ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം ക്ലിനിക്കൽ ഇൻചാർജ് ഷാൻലർ റീജിയണൽ ഹോസ്പിറ്റലിലാണ്. 2007 മുതൽ അവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട നിഷയെ ഈ ഒരു ഒക്കേഷനിൽ ഞങ്ങൾ പ്രത്യേക ഒരു ആദരത്തിന് വേണ്ടി വിളിക്കുന്നു. അദ്ദേഹം ഒരു നമ്മുടെ ഗ്ലോബൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്ന് ഞങ്ങളോട് 2 വാക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിഷ ഉണ്ടോ ലൈനില്? ഉണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു നിഷ. ഞങ്ങൾക്ക് 2 ചെറിയ ക്വസ്റ്റ്യൻസ് നിഷയോട് ചോദിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കോവിഡിന് മുമ്പുള്ള ഒരു പ്രൊഫഷണൽ ജീവിതവും ഇപ്പോഴത്തെ ഒരു ജീവിതവും നിഷയുടെ അനുഭവത്തിൽ നിന്ന് ചുരുക്കിയ വാക്കുകളിൽ പറയാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. മാത്രമല്ല, നമ്മളെ പോലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന്, സിറ്റിസൻസിന് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും നല്ല ഉപദേശം ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ റെസ്പോൺസിബിൾ ആയിരിക്കാം എന്നുള്ള, ബേസ്ഡ് ഓൺ യുവർ എക്സ്പീരിയൻസ് ആൻഡ് പെർസ്പെക്ടീവ്, പ്ലീസ്. ഞാനിപ്പോ എന്റെ അനുഭവത്തിൽ ഞാനിപ്പം കാർഡിയാക് ഫ്ലോറിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അതിപ്പോഴും അത് കാർഡിയാക് ഫ്ലോർ ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ലാസ്റ്റ് 2 വീക്സിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അരിസോണയില് നമ്പർ എന്തുമാത്രം കൂടിയിട്ടുണ്ടെന്ന്. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ ഞങ്ങളുടെ 32 ബെഡ് കാർഡിയാക് ഫ്ലോർ ടോട്ടലി മാറിയിട്ട് ഇപ്പം ഫുൾ കോവിഡ് ഫ്ലോർ ആക്കി മാറ്റിയേക്കുക. അപ്പം ഒരു കോവിഡ് ഫ്ലോറിൽ നിന്ന് ഇപ്പൊ ഞങ്ങള് അതും മാറിയിട്ട് ഇപ്പൊ 3 കോവിഡ് ഫ്ലോർ ആയി മാറിയിരിക്കുക. അപ്പം മീൻസ് കാർഡിയാക് ഫ്ലോറിൽ നിന്ന് അവരിപ്പം സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ മാറ്റി മെഡിക്കൽ കോവിഡ് പേഷ്യന്റ് ആക്കി മാറ്റി ഒരു ഫ്ലോറിനെ. അതുകൂടാതെ ഇപ്പൊ ഞങ്ങളുടെ ഫ്ലോറിൽ ഹൈലി സിക്ക് ആയിട്ട് ICU സ്റ്റാറ്റസ് ആണെന്ന് പറഞ്ഞാലും ICU സ്റ്റാറ്റസിലോട്ട് മാറ്റാൻ പറ്റാത്ത സ്ഥിതിയിൽ ആയതുകൊണ്ട് അവര് തന്നെ മോണിറ്ററിങ് മീൻസ് കാർഡിയാക് മോണിറ്ററിങ് ചെയ്തുകൊണ്ട് ഹൈ ഓക്സിജൻ ഡിമാൻഡ് വെച്ചുകൊണ്ട് ഫ്ലോറിൽ തന്നെ മാനേജ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അതിപ്പം വിതിൻ 2 വീക്സ് ഇത്രയും തന്നെ ആയി കഴിഞ്ഞു. അതുകൂടാതെ നമ്മളിപ്പം കൂടുതൽ ഡെത്ത് റേറ്റും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മീൻസ് ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അല്ല. മറ്റേ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ സിക്കായി കണ്ടു കഴിഞ്ഞിട്ടാ ഡെത്ത് കാണുന്ന ഒരു പേഷ്യന്റിനെ. പക്ഷെ അതേ സമയത്ത് കോവിഡ് പേഷ്യന്റ് എന്ന് പറയുമ്പം നമ്മൾ ചിലപ്പം ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫോണിൽ കണ്ടോണ്ടിരിക്കുന്ന പേഷ്യന്റ് ഓക്സിജൻ ഡിമാൻഡ് പെട്ടെന്ന് കുറഞ്ഞിട്ട് അവര് ICU സ്റ്റാറ്റസിലോട്ട് മാറുന്നതാ. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. മീൻസ് നമ്മുടെ എന്റെ ഇപ്പം 20 years ആയി, എന്നെക്കാട്ടി കൂടുതൽ വർഷം ചെയ്തവർ തന്നെ ഇങ്ങനത്തെ അത് കണ്ടിട്ടില്ല. അപ്പം പെട്ടെന്ന് നമ്മളൊരു കളിച്ച് തിരിച്ചിരിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേഷ്യന്റിനെ ഈ ഒരു സിറ്റുവേഷനിലോട്ട് മാറുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാ. അപ്പൊ അങ്ങനത്തെ ഒരു സെൻസിറ്റീവ് ഒരു ഡിസീസാ ഇത്. അപ്പൊ നമ്മളൊരു ഹെൽത്ത് കെയർ വർക്കർ ആയിട്ട് തന്നെ നമ്മൾ തന്നെ കാണുന്നുണ്ട് പല ആൾക്കാർക്കും ഇതൊരു അതായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ്.
അത് നമ്മൾ എനിക്ക് അത് എന്തുവാ നമ്മൾ ഇതിനെ നമ്മൾ ഇത്രയും കണ്ടിട്ട് ന്യൂസ് കാണുന്നതും നമ്മൾ റിയൽ ആയിട്ട് കാണുമ്പം ഒത്തിരി വ്യത്യാസമുണ്ട് കാര്യങ്ങൾ. അപ്പൊ ഇനിയും വരുന്ന ആഴ്ചയിൽ ഇൻകമിങ് വീക്സിൽ എന്തുമാത്രം ഇതിന്റെ പ്രോഗ്നോസിസ് കാണാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടറിയണം. ഒരു കാര്യം ചോദിച്ചോട്ടെ നിഷ, താങ്ക്സ് ലോട്ട്. എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ്, ഞങ്ങൾ പല വാർത്തകൾ കേൾക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു വാക്സിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് നിങ്ങളുടെ മെഡിക്കൽ സർക്കിളിൽ പറയുന്നുണ്ട്? എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനത്തിനെ കുറിച്ച് ഞാൻ അടുത്ത കാലത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ന്യൂസ് വരുന്നുണ്ടോ പോസിറ്റീവായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ? ഇതുവരെ ഞാനിപ്പം കണ്ടെത്തിയ പേഷ്യന്റ് ഇവരെല്ലാം നമ്മൾ ന്യൂസിൽ പറയുന്ന പോലെ ഓരോ മെഡിസിനുകൾ ട്രയൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ യൂണിറ്റിലാണെങ്കിൽ നമ്മളിപ്പം പ്ലാസ്മ കൊടുക്കുന്നുണ്ട്. അതിനൊരു റിസർച്ച് ടീം ഉണ്ട്. അവർ വന്ന് അപ്രൂവൽ വാങ്ങിച്ച്, അതിന് കൺവൾസൻസ് പ്ലാസ്മ എന്നാ പറയുന്നത്, ആ ടീം വന്ന് അപ്രൂവൽ വാങ്ങിച്ചിട്ട് പേഷ്യന്റ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഡെക്സാമിഥസോൺ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ റെംഡെസിവിർ എന്ന് പറഞ്ഞ അത് ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാം ഒരു ട്രയൽ ബേസിസിൽ എല്ലാം ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷെ ഓരോ പേഷ്യന്റിന്റെ സിറ്റുവേഷനും ഓരോ രീതിയിലാണ്. ഇപ്പൊ നമുക്ക് ഇപ്പം കൂടുതലും നമ്മൾ ഇപ്പം അരിസോണയിലെ ഏജ് ഗ്രൂപ്പ് നോക്കുമ്പോൾ വിതിൻ 18 to 50 ഇയേഴ്സിന്റെ റേഞ്ചിലാണ് കൂടുതലും. 41, 42, 44 ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അപ്പൊ ഇതെല്ലാം ഇപ്പം നമ്മൾ ന്യൂസിൽ കാണുന്നത് തന്നെ അവരും പറയുന്നത് അവരെല്ലാം ഓരോന്നും ട്രൈ ചെയ്യുമല്ല. വാക്സിനെ പറ്റി ഇതുവരെ നമുക്കൊന്നും ഒരു ക്ലൂവും ഇല്ല. എവിടം വരെ ആയെന്നോ അല്ലെ എന്തോ ആയെന്നോ അല്ലെ ഈ മെഡിസിൻ ഈ എല്ലാം കൊടുക്കുന്ന പ്രോട്ടോകോൾ വെച്ച് അല്ലെ ഗൈഡ് ലൈൻ വെച്ച് കൊടുക്കുന്ന മെഡിസിൻ എന്തുമാത്രം എഫക്ട് ഉണ്ട് ഓരോ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അത് ആർക്കും അറിയത്തില്ല. പ്രോട്ടോകോൾ വെച്ച് ഗൈഡ് ലൈൻ വെച്ച് ഡോക്ടേഴ്സ് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നേ ഉള്ളൂ. താങ്ക് യു നിഷ, താങ്ക്സ് ലോട്ട്. നിഷ, ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ വലിയ ഉപകാരം ഞങ്ങളോട് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇത്രയും കാര്യം പറഞ്ഞാലും ഞാൻ കേൾക്കുന്നത് പൂനെയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്ടോബർ അടുപ്പിച്ചൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിൻ ഇറങ്ങുന്നതാണ്. എത്രത്തോളം വാസ്തവം അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് സത്യം പറഞ്ഞ് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഒരു അമ്മയെ പോലെ ഒരു കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കെയറിലാണ് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. എന്റെ അനിയത്തിയെ കുറിച്ച് എനിക്കറിയാം, അവള് പറയാൻ കേൾക്കാൻ എനിക്കറിയാം. അതിന് 1000 നന്ദി. എത്ര വാക്ക് പറഞ്ഞാലും പറ്റില്ല. ഇതൊരു ഒരു എന്താ പറയാ, ഹൃദയത്തിനുള്ളിൽ നിന്ന് വരുന്ന വാക്കാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും. വലിയ ഉപകാരം. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഞങ്ങളെ പോലെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ഒരു പരിധി വരെ മലയാളികൾ ഉത്തരവാദിത്തോടെ ബിഹേവ് ചെയ്യുന്നതാണ്. ഇൻ ജനറൽ നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ അഡ്വൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഞങ്ങൾക്ക് തരാനുണ്ടോ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ഓഡിയൻസിന്? അഡ്വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ ഇച്ചിരി സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് തന്നെയാണ്. നമ്മളൊരു ഇത് കണ്ടിട്ടില്ലാത്തോണ്ടായിരിക്കും നമുക്ക് ഇത് തോന്നുന്നത് ഇത് ജസ്റ്റ് ഒരു ഡിസീസ് ആയിട്ടോ അല്ലെ ഒരു ഫ്ലൂ ആയിട്ട് അല്ലെ ഇതിനെ ആദ്യം പിക്ചറൈസ് ചെയ്ത പോലെ ഒരു ജനറൽ ഒരു ഐഡിയ നമുക്ക് ഇത് ഇത്രേ ഉള്ളെന്നുള്ളവരത്. പക്ഷെ ആക്ച്വലി അത് അങ്ങനല്ല. നമ്മൾ ഇതിനെ ഇച്ചിരൂടെ കൂടുതലായിട്ട് നമ്മൾ എത്രമാത്രം ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുമോ, നമ്മൾ എത്രമാത്രം മാസ്ക് ഇടാൻ പറ്റുമോ, നമ്മൾ എത്ര പബ്ലിക് പ്ലേസസിൽ പോകാൻ പറ്റും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്പ്രെഡ് ആയി കഴിഞ്ഞു നമ്മുടെ ഒരു സിറ്റുവേഷൻ. അപ്പൊ നമുക്കറിയത്തില്ല കാരിയേഴ്സ് കാണുമായിരിക്കും, അല്ലാതെ ആൾക്കാർ കാണുമായിരിക്കും, അല്ലെ പിന്നെ ഇത്രയും മാത്രം സ്പ്രെഡ് ആവണമെങ്കിൽ മീൻസ് ഓൾറെഡി ജനറൽ പോപ്പുലേഷൻ ഓൾറെഡി അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാതിരിക്കാനും നമ്മൾ വേറെ ആൾക്കാർക്ക് കൊടുക്കാതിരിക്കാനും. അപ്പൊ അത്രേ ഉള്ളൂ. അല്ല ആൾക്കാർ ഇപ്പം മാസ്ക് ഇടാതും സോഷ്യൽ ഡിസ്റ്റൻസിങ് അത് ചെയ്യാതും ഇരുന്നാല് ഇത് കൂടി വരത്തുള്ളൂ. പിന്നെ എവിടെ വൈൻഡപ്പ് ആകുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കറക്റ്റ് 100% നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര ഫിൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നുള്ളത് വളരെ കറക്റ്റ് ആണ്. അതിപ്പോ ഇപ്പൊ അത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആയാലും ആരായാലും നമ്മൾ അതിനെ വെച്ചിട്ട് നമ്മളിപ്പം ഹെൽത്ത് കെയർ വർക്കേഴ്സ് ജോലിക്ക് വന്നെന്ന് മാത്രമല്ല അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളും പ്രിക്കോഷൻസും കാര്യങ്ങളും എടുത്തേ പറ്റത്തുള്ളൂ. അല്ല നമ്മൾ പ്രൊഫഷൻ ആയിരിക്കും, നമ്മളിപ്പം ജോലി ചെയ്യുന്നു പ്രൊഫഷണലായിട്ട് അവിടെ പോയി കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ അതേസമയം വീട്ടിൽ വന്നിട്ട് നമ്മൾ അതിനെ അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ തന്നെ ആയിരിക്കും ചിലപ്പം മുന്നോട്ട് കൂടുതലും അത് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം. ഒത്തിരി കാര്യങ്ങളുണ്ട് അതിന്റെ പുറകിൽ. ഇപ്പം ജനറൽ പോപ്പുലേഷൻ അതിനെ സെൻസിറ്റീവ് ആയിട്ട് എടുത്തേ പറ്റത്തുള്ളൂ. കറക്റ്റ് നിഷ, വലിയ ഉപകാരം നിഷ. ഇതൊരു വലിയ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ അത് ഒതുക്കാൻ പറ്റത്തില്ല. എന്നാൽ പോലും ഞങ്ങളോട് ജോയിൻ ചെയ്ത് ഇത്രയും ഒരു അഭിപ്രായം പറഞ്ഞതിൽ നന്ദി. നമ്മുടെ സമയത്തിനെ കുറിച്ച് ഒന്നുകൂടെ ഒരു ടൈം ചെക്ക് ചെയ്തിട്ട് ഞാൻ ഒരു നെക്സ്റ്റ് ഇതിലേക്ക് പോവാണ് നിഷ. വൺസ് അഗൈൻ താങ്ക്സ് ലോട്ട് ഫോർ ജോയിനിങ് us. അതുപോലെ തന്നെ thank you Kalakshetra, Kerala Hindus of Arizona and all, Priyanka, Rahul, Kirtana and Rajesh
for taking the time and the late night hour for showing all the gratitude to all the healthcare workers around the world. But like I said, it should be everyone's responsibility as a citizen. Priyanka adine nalla sensitive aayittu nerthe paranju kayinju. Nammal adine serious aayittu channels ellam support cheyyunnundu, especially naatile nammude ividuthe kaattilum koodal avare educate cheyyune. So adine oru positive sense eduthu nammal ellarum try cheyyum. It's all over the world. Appo nammal ellarum adine oru responsible citizen aayittu eduthu നമുക്ക് എവിടെങ്കിലും അതിന്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റും നിയർ ബൈ ഫ്യൂച്ചറിൽ നമ്മൾക്ക് ആഗ്രഹിക്കാം. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നത് എല്ലാവർക്കും ഉറങ്ങാനുള്ള സമയമായി കാണും. താങ്ക് യു എവറി വൺ. താങ്ക് യു നിഷ, താങ്ക്സ് എ ലോട്ട്, താങ്ക്സ് എ ലോട്ട്. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. നാളെ നമ്മൾ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആശാ സുരേഷ് എന്ന് പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസോൺ കലോത്സവത്തിൽ കലാതിലകമായ ഒരു സോപാന സംഗീതത്തിൽ ഒരു അതുല്യ പ്രതിഭയാണ്. ആശാ സുരേഷിന്റെ പ്രോഗ്രാം നമ്മുടെ കലാക്ഷേത്ര വഴി ലൈവ് പോകുന്നുണ്ട് നാളെ. നിങ്ങൾ ദയവായി അതിൽ പങ്കുചേരുക. അത് പറഞ്ഞുകൊണ്ട് എനിക്കറിയാം രാഹുൽ, കീർത്തന, രജീഷ്, റിയലി സോറി ടു ഹോൾഡ് യു ഗൈസ്. നിങ്ങളുടെ ലാസ്റ്റ് പാട്ട് കേൾക്കാൻ ഞങ്ങൾ കാതുകോർത്തിരിക്കുകയാണ്. ഒരു ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾ വന്ന് ഞങ്ങളുടെ എന്റർടൈൻ ചെയ്തതിന് 100 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ക്വിക്ലി ശ്രീത്തിനോടും സുധീറിനോടും ദിലീപേട്ടനോടും എല്ലാവരും ഇത് കോർഡിനേറ്റ് ചെയ്ത എല്ലാവരോടും നന്ദി പറയണം. സോ രാഹുൽ, ഓപ്പൺ ടു യു. നിങ്ങളുടെ ലാസ്റ്റ് പാട്ട് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കാതോർത്തിരിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം. രാഹുലിന്റെ ബർത്ത്ഡേ ആണ് ആക്ച്വലി ഈ വീക്കില് രാഹുലിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം എന്തായാലും അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. സോ ഗോ ഹെഡ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ രാഹുൽ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നാളെയാണ്. ആയിരാരോഗ്യ സൗഖ്യം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം രാഹുൽ. എന്നും പാടിക്കൊണ്ടേയിരിക്കുക, ഞങ്ങൾ കേൾക്കാനുണ്ടാവും. താങ്ക് യു ചേട്ടാ. ഈ ഒരു സപ്പോർട്ട് ഉണ്ടായാൽ മതി ഞങ്ങൾ എല്ലാവർക്കും. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ അവസാനമായിട്ട് താങ്ക് യു എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഇത്രയും നേരം നമ്മളുടെ ലൈവ് നമ്മളുടെ പാട്ടൊക്കെ കേട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. സ്പെഷ്യൽ താങ്ക്സ് ടു രാഹുൽ ഏട്ടൻ, പിന്നെ രജീഷ് ഏട്ടൻ സപ്പോർട്ട് ചെയ്തതിന് അർജുനേട്ടൻ, പിന്നെ കണ്ടു തന്ന എല്ലാവരോടും, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ അമല മീഡിയ ഹൗസ് ആണ്. നമ്മൾ ഈ സ്റ്റുഡിയോയിലാണ് ഇത്രയും നേരം ലൈവ് ചെയ്തത്. നമുക്ക് ഇത്രയും നേരം ടൈം എടുത്ത് ഇവിടെ ഈ ഒരു സ്പേസ് ഫ്രീ ആക്കി തന്നതിന് ഒരുപാട് നന്ദി. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എൻ്റെ ഫൈനൽസ് ഒക്കെ വരുന്നുണ്ട്, അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ ഉണ്ടായിരുന്ന പോലെ തന്നെ എപ്പോഴും അങ്ങോട്ടും എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാണ്. സോ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് കീർത്തന. വിജയ് ഭവ, ക്രൗൺ അണിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞാനും അധികം ദീർഘിപ്പിക്കുന്നില്ല. രജീഷ് ഏട്ടന് നന്ദി, അർജുൻ ഏട്ടൻ സൗണ്ട് എഞ്ചിനീയർ, അമല മീഡിയ ഹൗസ്, കീർത്തന ഞാൻ വിളിച്ചപ്പോ തന്നെ കീർത്തന ഓക്കെ പറഞ്ഞിട്ട് വരികയായിരുന്നു ചെയ്തത്. അപ്പൊ കീർത്തനന്റെ ആ വലിയ മനസ്സിന് നന്ദി പറയുന്നു. പിന്നെ കലാക്ഷേത്ര യു.എസ്.എ കലാക്ഷേത്രയിലെ എല്ലാവർക്കും, എന്നെ വിളിച്ച ശ്രീജിത്ത് ഏട്ടനായാലും ഞങ്ങളെ ഇത്രയും നല്ല എന്താ പറയാ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച പ്രേംകുമാർ ഏട്ടനും, ഗസ്റ്റായിട്ട് വന്ന പ്രിയങ്ക ചേച്ചിക്കും, നിഷ ചേച്ചി, അങ്ങനെ ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെ പേരും ഞാൻ ഇവിടുന്ന് കാണാത്തത് കൊണ്ടാണ്. അപ്പൊ വന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ അനുവാദത്തോടു കൂടി അവസാന ഗാനത്തിലേക്ക് കടക്കുകയാണ്. റഹ്മാൻ സാറിന്റെ മലർകളെ എന്നുള്ള പാട്ടാണ് പാടുന്നത്. மேகம் திறந்து கொண்டு மண்ணில் இறங்கி வந்து மார்பில் ஒளிந்து கொள்ளவா, மார்பில் ஒளிந்து கொண்டால் மாறன் நம்பு வரும், கூந்தலில் ஒளிந்து கொள்ள வரவா, என் கூந்தல் தேவன் தூங்கும் பள்ளி மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா, நினைக்காத நேரம் இல்லை காதல் ரதியே, உன் பேரை சொன்னால் போதும் என்று வழியிடும் காதல் நதியே, என் சுவாசம் உன் மூச்சு, உன் வார்த்தை பேச்சு, ஐந்தாத நூற்றாண்டு வாழ்வும் என் வாழ்வேவா, மலர்களே இது என்ன கனவா, மலைகளே இது என்ன நினைவா, உருகிறதே
പെരുകിയതേ നിന്നോടും നീരാ മണ്ണോടും നീരാ കണ്ണോടും നീതാൻ വാ മലർകളെ മലർകളെ ഇത് എന്ന കനവാ മലകളെ മലകളെ ഇത് എന്ന നിனைவா. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു സ്വപ്നം പോലെ. താങ്ക് യു. താങ്ക് യു. അപ്പോ സുധീർ ആൻഡ് സീത് നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലേ? പ്രിയങ്ക താങ്ക് യു. താങ്ക്സ് ലോട്ട് ഫോർ ഓൾ. താങ്ക് യു രാഹുൽ, കീർത്തന, രജീഷ്, എല്ലാവർക്കും നന്ദി. സമയമായി നിങ്ങളെ വീട്ടിൽ പോകാനുള്ളതല്ലേ? ഓക്കെ എന്നാ ട്രാവൽ സേഫ്. ഓക്കെ, വീട്ടിൽ സന്തോഷം, സേഫ് ആയിട്ട് ചെല്ലു. എന്തായാലും ദൈവം സഹായിച്ച് ഇനി അവിടെ വരാൻ പറ്റിയാൽ നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാം. തീർച്ചയായിട്ടും കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക്സ്. Thank you. Good night. Enjoy.